നമസ്കാരം. ഫോറിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട് അവതരിപ്പിക്കുന്ന ഹർപ്പോ ഇറോ. അപ്പോൾ നാം അങ്ങനെ തുടങ്ങിയാണ്. നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലും വല്ലച്ചിറയും അവണിശ്ശേരിയും പാറലൊക്കെ ഒന്ന് ചുറ്റി അങ്ങോട്ട് സഞ്ചരിക്കാമെന്ന് വിചാരിച്ചു. നോമ വളരെ മനോഹരമായൊരു സ്ഥലത്ത് വന്നപ്പോൾ ഇവിടെ അങ്ങോട്ട് ഒരല്പസമയം കാറ്റുകൊള്ളാൻ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാ ആർപ്പോ ഇറോ അങ്ങോട്ട് തകർക്കുമല്ലേ? ആർപ്പോ ഇറോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. അപ്പോൾ നാം എത്തിയിരിക്കുന്നത് നമ്മുടെ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ടിലാണ്. കണ്ടില്ലേ, പള്ളിക്കുളം റോഡിലുള്ള എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ടിലെ ആളുകളൊക്കെ ഓണം ആഘോഷിക്കാനായിട്ട് ഒരുങ്ങിയേക്കോണല്ലേ. ഓണമൊക്കെ ഉടൻ വരെയായി. ഓണം ഇതാ വന്നെത്തി. ഓണത്തിൻ്റെ എന്താ പറയുക, നമ്മളുടെ ഒരു ഓണപ്രതീക്ഷയിലാണ് ഞങ്ങൾ. കച്ചവടമാണെങ്കിലും അതുപോലെ തന്നെ ഓണത്തിൻ്റെ ഒരു വലിയ മാവേലിനെ വരവേൽക്കാനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ എലിസ്റ്റേനെ കുറിച്ച് നോമ്പ് അറിഞ്ഞിരിക്കണു. പാതാളത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻസും ഉണ്ട്. അത് ഗോൾഡിലാണെങ്കിലും സിൽവറിലൊക്കെ ആണെങ്കിലും. എങ്ങനെയൊക്കെയാണ് ഈ വർഷത്തെ, പ്രത്യേകിച്ച് ഈ വർഷം ആനിവേഴ്സറി ആണല്ലേ? ഈ വർഷം ആനിവേഴ്സറിയാണ്. അതോടനുബന്ധിച്ച് ഓണത്തിന് ഒരുപാട് ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ ഒരുപാടുണ്ട് നമ്മുടെ കയ്യിൽ. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമേഴ്സിനായി സ്പെഷ്യലായിട്ട് ഗോൾഡ് റേറ്റ് ഇത്രയും കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ബോർഡ് റേറ്റുമ്പോൾ തന്നെ ഒരു 555 ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത്. ഗംഭീര ഓഫറാണല്ലോ. അതെന്താ പറഞ്ഞേ? അത് നമ്മൾ വെച്ചാൽ ഓരോ പവനും എടുക്കുമ്പോൾ നമുക്ക് ഗോൾഡ് റേറ്റുമ്പോൾ തന്നെ 555 രൂപ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മേക്കിംഗ് ചാർജിൽ 50%, തിരഞ്ഞെടുത്ത ഓർണമെൻറ്റ്സിന് നമ്മൾ വളരെ മിതമായ നിരക്കിലുള്ള 50% താഴെ മേക്കിംഗ് ചാർജിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്വർണ്ണത്തിനൊക്കെ നല്ല വിലയാണല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമർമാർക്കല്ലേ വലിയ സന്തോഷമാവും. എന്താ പേര്? വിപിൻ. എത്ര നാളായി ഇവിടെ? ഞാൻ 3 വർഷം കഴിഞ്ഞു. എങ്ങനെയുണ്ട്? സന്തോഷമാണോ? വളരെ സന്തോഷം. പേരെന്താ? അശ്വിൻ. സ്ഥലം എവിടെയാ? വലപ്പാട്. എങ്ങനെയുണ്ട് നമ്മുടെ വരുന്ന ഉപഭോക്താക്കളൊക്കെ സന്തോഷത്തിൽ തന്നെയല്ലേ തിരിച്ചു പോണേ? അവർ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ ഓഫറുകളൊക്കെ അവർ വളരെ സന്തുഷ്ടവരാണ്. നമ്മൾ ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഓഫറുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ ഹോൾസെയിൽ ഷോപ്പുകൾ വെച്ച് ഏറ്റവും അധികം ഓഫറുകൾ നമ്മളാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടും എന്താ പറയുക, ഓണത്തിൻ്റെ ഭാഗമായിട്ടും നമ്മളിത് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനും കസ്റ്റമേഴ്സിന് താല്പര്യം, ഓണം കഴിഞ്ഞാലും ഈ ഓഫർ അങ്ങോട്ട് നീട്ടുമെന്നാ പറയണല്ലേ. കസ്റ്റമേഴ്സിന് താല്പര്യം അനുസരിച്ച് ചിലപ്പോൾ നീട്ടാനും സാധ്യതയുണ്ട്. അത് നമ്മുടെ സിൽവറിലെ മികച്ച ഒരു കളക്ഷനാണ് നമ്മുടെ പള്ളിക്കുളം റോഡിലുള്ള എലിസ്റ്റ ഗോൾഡിലുള്ളത്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേ. അതായത് സിൽവർ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ആണ് പെണ്ണെന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കുമുള്ള എല്ലാ തരത്തിലുള്ള കളക്ഷൻസും നമുക്ക് ലൈറ്റ് വെയ്റ്റ് 1 ഗ്രാം മുതലുള്ള ചെയിനുകളുണ്ട്, മിഞ്ചികൾ, കാൽത്തളകൾ, കോയിനുകൾ, സിൽവർ പ്ലേറ്റ്, സ്പൂണുകൾ എല്ലാം അവൈലബിളാണ് നമ്മുടെ ഇവിടെ. അപ്പോൾ നോമ്പെന്നാ നടന്നൊന്ന് കാണട്ടെ കേട്ടോ. അപ്പോൾ വന്നോളൂ. അപ്പോൾ ദാ കണ്ടില്ലേ, നല്ല മനോഹരമായ അടയാഭരണങ്ങളൊക്കെ. പാതാളത്തിലൊക്കെ ഇതിൻ്റെ ഒരു ഷോറൂം തുടങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം ഉണ്ട്. എവിടെ വരണേ? തൈക്കാട്ടുശ്ശേരി. എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോൾ ഉള്ള ഈ ഒരു മായിക പ്രപഞ്ചം കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? സന്തോഷമുണ്ടോ? കളക്ഷനൊക്കെ ഉണ്ടോ? നാലാമത്തെ പ്രാവശ്യം വരണേന്ന്. അപ്പോൾ എങ്ങനെയുണ്ട്? സന്തോഷമാണോ? എങ്ങനെയാണ് ഇവരുടെ ആളുകളുടെ പെരുമാറ്റമൊക്കെ എങ്ങനെയുണ്ട്? നല്ല പെരുമാറ്റം. സന്തോഷമല്ലേ? സന്തോഷം. ഓണം എവിടെ വരെയായി? എവിടം വരെ വരണോ? വീട് വരെ എത്തണം. അപ്പോൾ ഇന്നെന്താ വാങ്ങാൻ വന്നേ? ചെറിയ ചെയ്യാൻ. അതാണ് മലയാളി കണ്ടോ, ഓണം വന്നാലും ചെറിയ ആഘോഷങ്ങളാണെങ്കിലും ഒരു തരി പൊന്ന്. അത് വേറൊരു ചിന്തയില്ല തൃശ്ശൂർക്കാർക്ക്. എലിസ്റ്റാല് മാത്രമേ ഉള്ളൂ. എന്താ പേര്? സിന്ധു. എത്ര നാളായി ഇവിടെ? 3 വർഷം. ഇവിടെ നല്ല മാലയുടെ കളക്ഷനൊക്കെ ഉണ്ടല്ലോ. ഒന്ന് മാറ്റിയെടുത്താലോ? ഇരുന്നോളാൻ. ഇതിനൊക്കെ നല്ല, ഇത് നമ്മൾ പഴയ സ്വർണ്ണം എടുക്കുമ്പോൾ അങ്ങനെയാ നല്ല ഓഫറൊക്കെ തരുമോ? പിന്നെന്താ, സെയിം റേറ്റ്, ഇന്നത്തെ റേറ്റ് കിട്ടും. അതാണ് എലിസ്റ്റയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു സെക്ഷനിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു നോക്കാം എന്താണ് ഈ സെക്ഷനിലെ. അപ്പോൾ ഇത് എത്ര ക്യാരറ്റാണ്? ഡയമണ്ടാണ്. എല്ലാം ഡയമണ്ടാണ്. അപ്പോൾ നോമൊന്ന് മാറ്റിയെടുത്താലോ? ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഡയമണ്ട് ആക്കിയാലോ? ഡയമണ്ടിലൊക്കെ എങ്ങനെയാണ് ഓഫർ? ഡയമണ്ടിൽ നമ്മൾ 50% ഓഫർ നടക്കുന്നത്. പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉണ്ട് 18 ക്യാരറ്റിൽ. ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പേര്? അമർജ്യോതി. എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട്? ഓണം തകർത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. എലിസ്റ്റ തകർക്കാണ്. അപ്പോൾ എലിസ്റ്റയുടെ ഒരു പ്രത്യേകത, എന്താ പേര്? പ്രീതി. എത്ര നാളായി ഇവിടെ? 5 വർഷം. 5 വർഷം. അപ്പോൾ ഇവിടെ നിന്ന് 2 മാലയൊക്കെ അങ്ങ് എടുത്തിടാൻ പാടില്ലേ? എടുക്കാലോ. എടുക്കണം. ഈ ചെറിയ മാല കിട്ടണം ഇല്ലേ? വലിയ മാല കിട്ടി കിടക്കാം. ഓമനെ കണ്ടില്ലേ? എന്താ പേര്? സിജി.
എങ്ങനെയുണ്ട് എലിസ്റ്റയിലെ കളക്ഷനൊക്കെ? നല്ല കളക്ഷൻ. വരുന്ന ഈ കസ്റ്റമറൊക്കെ ഇറങ്ങി പോകുമ്പോൾ എങ്ങനെ അവർ സന്തോഷമാണോ? അതെ, സന്തോഷം. എന്താ അവർ പറയാറ്? നല്ല കളക്ഷൻ ഉണ്ട്, ഇനിയും വരാമെന്ന് പറഞ്ഞ് പോകാറുണ്ട്. അതാണ് വേണ്ടത്. അപ്പോൾ നോമ്പ് അവിടെ ഒരാളെ പരിചയപ്പെട്ടു, നാലാമത്തെ പ്രാവശ്യം വരണത്രേ. അതെ അതെ. അപ്പോൾ മുകളിൽ ഏതാ സെക്ഷൻ? വെള്ളിയുണ്ട്, പിന്നെ ചെയിൻ, മോതിരമുണ്ട്, ലോക്കറ്റ് ഉണ്ട്. ഒന്ന് പോയി നോക്കിയാലോ നമുക്ക്. അപ്പോൾ നോമിനെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ മുകളിലേക്കെന്ന് പറഞ്ഞാൽ മുകളിലേക്കല്ല കേട്ടോ, ഇവിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ട് ഈ മോൾ ഭാഗത്ത്. കാരണം എലിസ്റ്റയിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായൊരു ഷോറൂമാണ്. അപ്പോൾ ചെറിയൊരു ഷോറൂമല്ല നമ്മുടെ പള്ളിക്കൽ റോഡിലുള്ള ആ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ പ്രത്യേകത ഉണ്ടോ? ഈ കണ്ടോ മോതിരങ്ങൾ മാത്രം, ചെറിയ ചെയിനുകൾ, ചെറിയ ചെയിനുകളൊക്കെ ഉണ്ട്, ലൈറ്റ് വെയിറ്റുകൾ. സന്തോഷമായിരിക്കണു. കണ്ടോ മോൻ പറഞ്ഞത് എത്ര ശരിയായിരിക്കുന്നു. ഇതുമാത്രം കളക്ഷനുകളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെയാണ് സിൽവറിൽ ഇത്രമാത്രം കളക്ഷൻ ഉള്ളത് അല്ലേ? അതെ അതെ അതെ. സിൽവർ എങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ? നന്നായി കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സ്വർണ്ണത്തിന് വില വന്നപ്പോൾ സിൽവറിലേക്ക് ആളുകൾ അല്ലേ? അതെ. നമസ്കാരമുണ്ട്. എങ്ങനെയുണ്ട് സിൽവറിലേക്ക് ആളുകൾ? സിൽവറിലേക്ക് ആളുകൾ വരുന്നുണ്ട്. എന്താ പേര്? ശരത്ത്. എങ്ങനെയുണ്ട് ലിസ്റ്റിലെ വരുന്ന ആളുകളൊക്കെ ഹാപ്പിയാണോ? ഹാപ്പിയാണ് എല്ലാവരും. അല്ല, തിരിച്ചു പോയി ഓരോ ആളുകളും വീണ്ടും വരുന്നില്ലേ? നല്ല അഭിപ്രായം പറയുന്നുണ്ട്, വീണ്ടും വരുന്നുണ്ട് എല്ലാവരും. പിന്നെ നമ്മുടെ വാർഷികമാണ്. വാർഷികമാണല്ലേ? വാർഷികമായിട്ട് മികച്ച ഓഫറും ഉണ്ട്. അപ്പോൾ നമസ്കാരമുണ്ട്. ഓണം എവിടെ വരെ ആയി? എവിടെ വരെ? ലിസ്റ്റ് വരെ ആയില്ലേ? ഈ ലിസ്റ്റിൽ വരുന്ന ആളുകൾക്ക് സന്തോഷമുള്ള ഓണാണ്. ഒരു ഹാപ്പി ഓണം കൊടുത്തേ. ഹാപ്പി ഓണം. അപ്പോൾ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമസ്കാരം ഉണ്ട് കേട്ടോ. എന്താ പേര്? സ്വാതി. ഇവിടെ എന്ത് വന്നാ? ഇവിടെ ജോലിക്കാരാണോ? ജോലിയുള്ള ആളാ. ഞാൻ ഈ യൂണിഫോം ഒന്നും കണ്ടില്ല. അപ്പോൾ സന്തോഷമല്ലേ? സന്തോഷമാണ്. ഓണം എവിടെ വരെയായി? ഇവിടെ വരെ കുഴപ്പമില്ല, നല്ല രീതിയിലായി അല്ലേ? അപ്പോൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. ഹാപ്പി ഓണം. അപ്പോൾ നോമിന് സന്തോഷമായിരിക്കുന്നു. കാരണം എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട് പള്ളിക്കുളം റോഡിലാണ്. അവിടെ മികച്ച ഒരു കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ കണ്ടോ, ചെറിയ പൊന്ന് മേടിക്കാനായിട്ടാണ് മലയാളികൾ ഇഷ്ടപ്പെടുന്നത്. അത്തരത്തിൽ വിപുലമായ ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓണാഘോഷം ഇവിടെ തകൃതിയായി നടക്കുകയാണ്. അപ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ എലിസ്റ്റയുടെ എല്ലാ ഉപഭോക്താക്കൾക്കും തിരുവോണാശംസകൾ. ആർപ്പോ ഇറോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നമസ്കാരമുണ്ട്. അപ്പോൾ നോമ്പ് എത്തിയിരിക്കുന്നത് പാർലം പഞ്ചായത്തിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പാർലം പഞ്ചായത്തുകാരൊക്കെ ഇങ്ങനെ നോമിനെ കാത്തു നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഒന്ന് അവിടേക്ക് പോയിട്ട് വരട്ടെ. പാർലം പഞ്ചായത്തുകാർ കഴിഞ്ഞ പ്രാവശ്യം വന്ന ആ പാർലം പഞ്ചായത്തല്ല. അപ്പോൾ നോമ്പ് വന്നപ്പോൾ വഴി തെറ്റിയിരിക്കണു. നടന്ന് പഴയ പഞ്ചായത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് പാർലം പഞ്ചായത്ത് മാറിയെന്ന്. ഇതെന്താ സംഭവം? നമ്മുടെ പഞ്ചായത്ത് പുതിയ പഞ്ചായത്ത് കെട്ടിടം ശിലാസ്ഥാപനം നടക്കാൻ പോവുക. അങ്ങനെ ഞങ്ങൾ താൽക്കാലികമായിട്ട് പിടിക്കുക. എന്നാ പരിപാടി? എന്നാ? അടുത്ത ആഴ്ചയിൽ. അപ്പോൾ പുരോഗമനം ഉണ്ട്. 3.5 കോടി രൂപയുടെ കെട്ടിടം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അതിന്റെ തറക്കല്ലിടൽ നടക്കുകയാണ്. അപ്പോ സുഖല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് സുഖാണെന്ന് തോന്നണേ. വയറൊക്കെ അതുപോലെ തന്നെ ഇല്ലേ? തന്നെ വലിയ കുഴപ്പമില്ല, കുറച്ച് കുറവുണ്ട്. ഇവരൊക്കെ കഴിഞ്ഞാലും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാരും ഉണ്ടായിരുന്നു. നോമ്പ് എല്ലാവരുടെ അടുത്തേക്ക് പോരുകയാണ്. എന്താ വിശേഷങ്ങള്? സുഖായിരിക്കണു. കാറൊക്കെ വാങ്ങിയോ? കാറ് ഉണ്ടായിരുന്നു, ഒന്ന് മാറ്റി. ആശായി. പുരോഗമനമുണ്ട്. അതെ, പുരോഗമനമുണ്ട്. സന്തോഷാവട്ടെ. അത് വേണം. പഴയ ഇപ്പൊ എനിക്ക് കാര്യം ചോദിക്കാനുള്ളത്, പഞ്ചായത്ത് പുതിയത് നിർമ്മിക്കുന്നത് അറിഞ്ഞില്ല. നോമ്പ് വഴിതെറ്റി അവിടെ പോയി. അവിടെ എത്തി പറഞ്ഞു എങ്ങോട്ടാന്ന് ചോദിച്ചു. അതുപോലെ പാതാളത്തിലേക്ക് നെറ്റ് കിട്ടണില്ല, സർവീസ് അങ്ങോട്ട് കിട്ടണില്ല. എന്നാലും സന്തോഷം. ആയിക്കോട്ടെ. നോമ്പ് എല്ലാവരുടെ അടുത്ത് പോയിട്ട് വരാട്ടോ. ഇതാരത് മുഖത്ത് മുഴുവൻ ജയ വെച്ചേക്കണേ. ഇതാര തേച്ചേ? എന്താ പേര്? എന്താ കുട്ടിയുടെ പേര്? പിന്നെ എന്നാ വിശേഷം? സുഖം. എങ്ങനെയുണ്ട്? അടിപൊളി. അത് കേട്ടാ മതി. എന്താണ്? ഒയ്യോ, നോമിനേക്കാൾ വലിയ മാലയൊക്കെ ഇട്ടേക്കണു. സുഖല്ലേ? പേരെന്താ? എത്രയല്ലേ പഠിക്കണേ? 7ല്. അല്ല, നമ്മുടെ പഴയ കെട്ടിടണ്ടായല്ലോ, അവിടുത്തെ മണ്ണിൽ ചവിട്ടിയാ. ഇല്ലേ, നോമ്പ് അവിടെ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു ഇവിടെ ഇല്ല, പോയി ഇത് ഐശ്വര്യ. ഇപ്പൊ സന്തോഷമായിട്ടാവും. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ എങ്ങനെയാ, വലിയ പഞ്ചായത്താവോ? ഒരു 1.5 കൊല്ലം എടുക്കും. എന്നാലും തുടങ്ങി വെക്കും. അതാണ് വേണ്ടത്. അപ്പോൾ പാർലം പഞ്ചായത്തിന്റെ
ഇത് എന്നും ഇങ്ങനെ തന്നെ. എന്തുണ്ടോ ഒന്നും മിണ്ടാത്ത? നല്ല തന്നെ, നല്ല വിശേഷം. പിന്നെ നോമനെ കണ്ടപ്പോ തോന്നിയില്ലേ എന്നും ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഇല്ലേ? സന്തോഷമായിട്ടിരിക്കണല്ലോ അല്ലേ? എന്താന്ന് നോമിനോട് എന്താന്ന്? സുഖമായിട്ടിരിക്കണേ. സുഖമായിട്ടിരിക്കണു, അത് കേട്ടാ മതി. പിന്നെ എന്ത് പറയണ നല്ല വിശേഷം. എങ്ങനെ എന്നും പറയണ്ട, പഴയ പോലെ ഒന്നും അല്ല. നോമ വണ്ണൊക്കെ കുറച്ച് കൊടുക്കാണ്. നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ചോളാം. നിർത്തി, പഴയ പോലെ ഒന്നും അല്ലേ കേട്ടോ. എന്നാ പേര്? ഭാനുമതി. ഇവിടെ എന്താ ആവശ്യത്തിന് ഇപ്പൊ വന്നേക്കണേ? ഞങ്ങള് ഓണാഘോഷത്തിനാണ്. കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് വന്നേ. ഓണം ഉഷാറല്ലേ? എന്താ പേര്? എന്റെ പേര് തങ്കാണ്. ഉഷാറല്ലേ? അതെങ്ങോട്ട് മാറിയതേ, ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ. കണ്ടോ കുണുക്കം കണ്ടോ, ഭംഗിയാ നോക്കി. ഇതാ എവിടുന്നാ വാങ്ങണേ? ഓമനൊന്ന് പോവാനങ്ങോട്ട്. ഏത് കടയിന്നാ? അടുത്ത കടയ്ക്കുണ്ടോ? ചേർപ്പ് കടയിന്ന്. എന്താ പേര്? സജിത. ഇവിടെ കുടുംബശ്രീ അക്കൗണ്ടന്റ്. അക്കൗണ്ടന്റാണ്. കണക്കൊക്കെ കറക്റ്റ് ആണോ? കറക്റ്റായിട്ട് കണക്കൊക്കെ നോക്കണം. എല്ലാം ടാലിയായിട്ടുണ്ട്. ഇതന്നെ ലോട്ടസ് മാലയൊന്നും കിട്ടിയില്ലേ? കിട്ടില്ല. എല്ലാരും അതന്നെ അല്ലേ? എല്ലാരും അതല്ലേ? അപ്പൊ ലോട്ടസ് കിട്ടിയില്ല. പേര്? സബിത. സബിത. റജുല. റജുല. ഗിരിജ. ഗിരിജ. ജയ. ശോഭ. അപ്പോ നോമ അകത്തോട്ട് കിടന്നാലോ? അപ്പോ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ചോര് കേട്ടോ, ഇങ്ങനെ പോണേ. പേര് പറഞ്ഞോ? എന്റെ പേര് ശോഭന. ഇവിടെ കുടുംബശ്രീ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്നു. എന്നാ ക്യാൻറ്റീനില് സ്പെഷ്യല്? എല്ലാതും ഉണ്ട്. വിഭവസമൃദ്ധമായ സദ്യ. അപ്പൊ നോമ വരണുണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പോ വരിക. അപ്പൊ ഹാപ്പി ഓണം. നോമ അങ്ങോട്ട് വരികയാണ്. അപ്പോ നോമ അകത്തോട്ട് കിടന്നാലോ? അകത്ത് വിഭവസമൃദ്ധമായ ഓണപ്പരിപാടി, ഓണ സദ്യയൊക്കെ ഒരുക്കണം. ഹീറോ ഹീറോ ഹീറോ. അപ്പോൾ അങ്ങനെ ഇപ്പം പാർല പഞ്ചായത്തിലിങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ 1.5 വർഷം കഴിയുമ്പോൾ പാർല പഞ്ചായത്ത് വലിയൊരു പഞ്ചായത്ത് കെട്ടിടമൊക്കെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കുകയാണ്. ഇപ്പോൾ താൽക്കാലികമായൊരു കെട്ടിടത്തിലാണ് വന്നത്. അതിലും നിറഞ്ഞ സന്തോഷത്തിലാണ് എല്ലാവരും കാണുമ്പോൾ. എന്താ എല്ലാവരും മുഖമൊക്കെ ചിരിച്ച് നിൽക്കണോ? ഓണാഘോഷമാണ്. ആ ഫോണങ്ങോട്ട് ഓഫാക്കുക. പറഞ്ഞോ. സുഖം, സുന്ദരം, സമാധാനം, സന്തോഷം. എല്ലാവരും നല്ല സുന്ദരന്മാരായിട്ട് വന്നിട്ടുണ്ട്. അങ്ങും സുന്ദരനായിട്ട് വന്നിട്ടുണ്ട്. നോം എന്നും സുന്ദരനാണല്ലോ. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് മൂളിക്കേ. എല്ലാവരും ഒരുമിച്ച് മൂളി പോരെ? തുടങ്ങിയോ? റെഡി. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ വിളിയിൽ ഓണം കാണാൻ മുത്തായി മാറും പൂവിളിയിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മുത്തായി മാറും പൂവിളിയിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. നല്ല സന്തോഷമായിരിക്കണു. അല്ലെങ്കിൽ ആസ്ഥാന ഗായകനാണ് അല്ലേ? ഇതിലിനി ആരാ ഒരു പാട്ട് പാടിത്തരണേ? കുച്ചാണ്ട് പാണങ്കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ. ഞാനൊരു പൂക്കളട്ടു, അമ്മയും പൂക്കളട്ടു, അച്ഛൻ വന്നപ്പോ വാളുണ്ട് പൂക്കളട്ടു. തുമ്പിപ്പെണ്ണേ വാവാ, തുമ്പച്ചോട്ടിൽ വാവാ, തുമ്പിപ്പെണ്ണേ വാവാ,
തുമ്പച്ചോട്ടിൽ വാവാ ഇളവയിൽ കുങ്കുമ തളികയും കൊണ്ടു നീവാ തുമ്പിപ്പെണ്ണേ വാവാ തുമ്പച്ചോട്ടിൽ വാവാ തുമ്പിപ്പെണ്ണേ വാവാ തുമ്പച്ചോട്ടിൽ വാവാ. അപ്പൊ ഒരു കൈയടിച്ചേ. ആ ഇനി ആരാണ്? ആ ഇങ്ങോട്ട് വരിക. എന്താ പേര്? കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുലഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവൻ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമല്ല, കള്ളത്തരങ്ങളിൽ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാം എത്തുകില്ല മാരിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. ഏയ് ഇവിടെ നിന്നേ നോക്കട്ടെ. സുന്ദരിയുടെ പേരെന്ന് പറഞ്ഞേ? അഭിശ്രീ. അപ്പൊ എത്രയല്ല പഠിക്കണേ? 3ല്. ഇതിന്റെ ഉടമ ആരാ? ആ ഇങ്ങോട്ട് വരിക. എന്റെ ഉടമേനെ ഇങ്ങോട്ട് വരിക. പാട്ട് പഠിക്കണ്ടോ? ഇല്ലില്ല, പാട്ട് പഠിക്കണില്ല. പാട്ട് പഠിപ്പിക്കണം കേട്ടോ. ഗാനമേളയ്ക്ക് പാടുന്നതാണ്. ഗാനമേളയ്ക്ക് പോകണം. ഗാനമേളയ്ക്ക് പാടുന്ന ആളാണോ? അപ്പൊ നോമിനൊരു തമിഴ് പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. എന്നാ മലയാളം ഒരെണ്ണോടൊരു പാടിക്കല്ലേ? നമുക്കൊരു പാട്ടോടെ കേട്ടാലോ? ആ മോഹമുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതിയുട് രാസനിലാവ്. ഹൃദയരാഗം ചിറകിൽ വിരിയും, മധുരവേനിൽ ശലഭം വരവ. അടട് പയ്യ അഴകിനയ്യ, ഉടലിലും മായൊഴുക ഒരു കുറിവാ. തൊട്ട് തൊട്ട് നിന്നെ മുട്ടി മുട്ടി വന്ന മുത്തമിട്ടതാരാണ്? കണ്ണ് കണ്ണറിഞ്ഞ് കാത്ത് കാത്ത് കനി കട്ടെടുത്ത. സന്തോഷാണ്. നന്നായി പാടുന്നു. നല്ല പാർലം അല്ലെങ്കിലും പാർലം ഗ്രാമപഞ്ചായത്തിലെ നിവാസികളെല്ലാം കലാകാരന്മാരാണ് അല്ലേ? അപ്പൊ സന്തോഷം. അപ്പൊ നിങ്ങളുടെ ഒരു പാട്ട് കേൾക്കട്ടെ. ആ തിരുവോണപ്പൂലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. തിരുമേനി എഴുന്നള്ളും സമയമായി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഉത്രാടപ്പൂക്കുന്നിൽ ഉച്ചിയിൽ പൊൻവെയിൽ ഇത്തിരി പൊന്നൂറുക്കി. ഇത്തിരി പൊന്നൂറുക്കി. ഓളി മുണ്ടോടത്തും കൊണ്ടോടി നടക്കുന്നു കോമള ബാലനാം ഓണക്കിളി. ഓണക്കിളി ഓണക്കിളി. തിരുവോണപ്പൂലാരിതൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. തിരുമേനി എഴുന്നള്ളും സമയമായി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. അപ്പോ സന്തോഷായിരിക്കണു. ഇവിടെ പ്രസിഡന്റ് എവിടെ? പ്രസിഡന്റ് പുറകെ പോയിക്കുക. അപ്പോ പാർലം പഞ്ചായത്തിലെ ഭരണസമിതിയുടെ ലാസ്റ്റ് ഓണം. ഇംഗ്ലീഷൊക്കെ പഠിച്ചുട്ടോ. ഇങ്ങനെ നടന്ന് കോളേജിൽ കൂടെയൊക്കെ നടന്ന് പിള്ളേർ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചേക്കോ. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിലേക്കല്ല. സന്തോഷമാണോ? സന്തോഷമാണ്, വളരെ സന്തോഷം. ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ ഭരണസമിതിക്ക് പാർലം പഞ്ചായത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ ഭരണസമിതി വളരെയധികം സന്തോഷമാണ്. വിഷമമുണ്ടോ? വിഷമില്ല, സന്തോഷമാണ്.
അപ്പോ എങ്ങനെയാണ് ഇത് അല്ലേ? കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഇടയ്ക്കെന്ന് ആരെ സ്റ്റാഫുകളാണോ വാർഡ് മെമ്പർമാര്? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. അല്ല എന്നാലും വേറൊന്നുമല്ല, ഈ ഏറ്റിരിക്കുന്ന ദൗത്യം പൂർത്തീകരണത്തിലേക്ക് എത്തുവാണ്. അപ്പോൾ എങ്ങനെ സന്തോഷമാണോ? സന്തോഷമാണ്. പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഭരണസമിതിക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരാണ്. എങ്ങനെ വീണ്ടും നിൽക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാൻ പറ്റില്ലേ? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. സാധ്യയില്ല എന്നല്ല, നിങ്ങളെപ്പോലുള്ള നല്ല കഴിവുള്ള ആളുകളൊക്കെ രംഗത്ത് വേണമില്ലേ? തീർച്ചയായിട്ടും സന്തോഷമല്ലേ? തീർച്ചയായിട്ടും സന്തോഷം. കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, മെമ്പർ ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ലൈഫിൽ അതൊക്കെ കുറേ നേട്ടങ്ങളാണ്. അപ്പോൾ സന്തോഷം. അപ്പോൾ സന്തോഷം. ഇനി പാർലം പഞ്ചായത്തിലെ ജീവനക്കാരോടാണ്. ജീവനക്കാർ കുറേ പേരൊക്കെ പുതിയ ആൾക്കാരാണല്ലേ? ആ പുതിയ ആൾക്കാർ സെക്രട്ടറി കൂടെ വന്നേ. ഇവിടെ നിന്നേ ചോദിക്കട്ടെ, എന്താ പേര്? എവിടെ ഇതിനു മുമ്പ് എവിടെയായിരുന്നു? മുള്ളൂർക്കര. നോമ അങ്ങോട്ട് വന്നിട്ടില്ല. എങ്ങനെയുണ്ട് പാർലം പഞ്ചായത്തിലെ മൊത്തത്തിലുള്ള ഇവിടെ വന്നപ്പോഴുള്ള ഒരു അനുഭവം എങ്ങനെയാ? നാട്ടുകാരൊക്കെ എങ്ങനെ? നാട്ടുകാരൊക്കെ നല്ലവരാണ്. എല്ലാവരും നല്ല രീതിയിലാണ്. തിരക്കുള്ള പഞ്ചായത്താണല്ലേ? കുറച്ച്. ഓണൊക്കെ എങ്ങനെയാ? വീട്ടില് സൂപ്പറായിട്ട് കൂടും. എന്താ പേര്? ബീന. സ്ഥലം എവിടെയാ? വീട് ചെറുവത്തേരിയില്. ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ കൊള്ളാം, നല്ല പഞ്ചായത്ത്. കമ്മലൊക്കെ നന്നായിട്ടുണ്ടല്ലോ. താങ്ക് യു. സീനിയർ. എവിടെ സ്ഥലം? കല്ലേറ്റിങ്ങര. എങ്ങനെയുണ്ട് പഞ്ചായത്തിലെ? നല്ല പഞ്ചായത്ത്. നല്ലതാണ്. ജയ. ചേർപ്പില് വീട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ? നല്ല ആൾക്കാരാ, നല്ല ഉഷാറാ. ലേഖ മാപ്രാണത്ത് വീട്. രേണുക അയ്യന്തോട് വീട്. ആരാ നോമിനെ കാണുമ്പോൾ ഓടിപ്പോടുന്നേടാ? ഇങ്ങോട്ട് വാ. ആ ഓടുന്ന ആൾക്കാരെയാണ് നോമിന് ഭയങ്കര ഇഷ്ടം. ഇങ്ങോട്ട് വാ. അതാണ് ഓടിപ്പോണേ. പേര്? എൽദോ. എങ്ങനെയുണ്ട്? നല്ലതാ. അല്ല ഇവിടെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എവിടെ സ്ഥലം എവിടെയാ? എറണാകുളമാണോ? എറണാകുളം എവിടെയാ? മൂവാറ്റുപുഴ. അപ്പൊ നമ്മുടെ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന്റെ ഒക്കെ കണ്ടായിരുന്നു, പോയെന്ന്. ഉഷാറല്ലേ? ഉഷാർ. പറഞ്ഞു കൊടുക്കട്ടെ അവരോട്. പിന്നെ ഷുവർ. പേര്? എബിൻ. സ്ഥലം? അരുണാട്ടുകര, തൃശ്ശൂർ. ഉഷാറല്ലേ? ഉഷാറാ. വേലി കഴിച്ചില്ലേ? എന്താ വേലി കഴിക്കാത്ത? സമയം കിട്ടിയില്ല, പണി ആരും ഇല്ലേ? കണ്ണിന് പിടിച്ചാരും കിട്ടിയില്ലേ? എന്നെ പിടിച്ചു, അവർക്ക് പിടിച്ചില്ല. നോമിന്റെ അവസ്ഥ തന്നെയാ. കേട്ടോ. എന്താ നോമിനെ കാണോ ഓടുമ്പോ? ഓടരുത്, അവിടെ നിന്നോളണം. ഓടരുതട്ടോ. പറഞ്ഞോളൂ. പേര്? കാവ്യ. എവിടെ സ്ഥലം? അമ്മാട്. ഉഷാറല്ലേ? പേര് ബിന്ദു. ഇത് പറയാനാണ് എത്ര ഓടിയത്? അപ്പോ ഇനി ആരെങ്കിലും നമ്മുടെ എൽദോനെ വേളി കഴിക്കാൻ പറ്റിയ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യട്ടോ. ഇതിലെ പുള്ളി പറിച്ച് എങ്ങനെയാ കിട്ടും? കല്യാണത്തിന് ഓമം ഉണ്ടാവില്ല, പാതാളത്തിലേക്ക് പോവും. പേരെന്താ? എത്രയല്ല പഠിക്കണേ? റിനീഷ്, ഇവിടുത്തെ ഗ്രാമസേവനാണ്. ഹാപ്പി ഓണം. അശ്വതി നെടുമ്പാണെന്ന് പറഞ്ഞത്. ഹാപ്പി ആണല്ലോ. എന്താ ചെയ്യണേ ഇവിടെ? ടെക്നിക്കൽ അസിസ്റ്റന്റ്. അഞ്ജന. നല്ല മാലയാണല്ലോ. ഇതാണോ ലോട്ടസ് മാല? അല്ല. പേര് പറഞ്ഞോ? എന്നാലും ഒരു പ്രാവശ്യം പറഞ്ഞോ. സജിത. സ്നേഹ. സ്ഥലം എവിടെയാ? പുത്തഞ്ചിറ. ഓടി ഇപ്പൊ ഭിത്തി ഇടിച്ച് വീഴ്ത്തുവോ? കാണണ്ടേ? അതിന് പിന്നെ ഇവരൊന്ന് സംസാരിക്കട്ടെ. നിങ്ങളെ കുടുംബശ്രീയുടെ ഹരിതകർമ്മസേന. അപ്പൊ എന്തായാലും ഇവരെ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞ അങ്ങനെ നല്ലൊരു കൈയടിച്ച് ഇവർക്ക്. അവര് ചെയ്യുന്ന പ്രവർത്തനമൊക്കെ നോമ അറിഞ്ഞിരിക്കണു അല്ലേ? ഇപ്പൊ മാലിന്യൊക്കെ കുറഞ്ഞു തുടങ്ങിയോ? കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നാട്ടുകാർ വലിച്ചെറിയലൊക്കെ തീർന്നോ? ഒരുവിധം, ഒരു പരിധി വരെ. വീടുകളിൽ ചെല്ലുമ്പോഴൊക്കെ ആളുകളുടെ പെരുമാറ്റമൊക്കെ എങ്ങനെയുണ്ട്? വഴക്ക് കുറയുണ്ടോ? കുറേ മാറ്റമുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യണ പ്രവർത്തനം ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല. അത്ര നല്ല പ്രവർത്തനമാണ് കേട്ടോ. നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. പേരെന്താ? ലത. തിരിച്ചിട്ടെന്താ? രാധാമണി. അത് തിരിച്ചിട്ടെന്താ? മണിരാധ. പ്രസീത. തിരിച്ചിടണ്ട. ഗിരിജ. ലോല. റീജ. അപ്പൊ നമുക്ക് ഒന്ന് മുകളിലോട്ട് കയറിയാലോ?
ആരാണ്? എൻ്റെ മോനെ നോമിനെ പോലെ തന്നെ മാവേലിയാണല്ലോ. പഞ്ചായത്തിൽ വല്ലപ്പോഴൊക്കെ വരണം. എന്താണ് നോമിനെ ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ. സന്തോഷമായിട്ട് കേട്ടോ, മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അല്ലേലും ഇങ്ങോട്ട് വരിക. ഇത് എന്നും ഈ ഇതുപോലെയൊക്കെ തന്നെയാണല്ലോ, ഒരു മാറ്റമില്ല. നരക്കണമില്ലേ? ആരോടും പറയണ്ട. മൈക്കിന്റെ അടുത്ത് വന്നിട്ട് പറയാം. ആരോടും പറയണ്ട കേട്ടോ, ഞാൻ ഒന്നും ഡൈ അടിച്ചിരിക്കുമെന്ന്. നാട്ടുകാർ മുഴുവൻ കേട്ടു. അപ്പൊ എങ്ങനെയാണ് ഓണാഘോഷമൊക്കെ? തകൃതിയാണ്, അടിപൊളിയാണ്. ഉപരി ഇത് അവസാനത്തിലെ പക്ഷേ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ ടൈമിന്റെ ഇതോട് ലാസ്റ്റ് ഓണാണ്. തിരിഞ്ഞു നോക്കുമ്പോ എങ്ങനെയാ മാഷേ? വലിയ വികസന പ്രവർത്തനങ്ങൾ 5 കൊല്ലം കൊണ്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല ചാരിതാർത്ഥ്യത്തിൽ ഞങ്ങൾ ഭരണം കഴിഞ്ഞു പോകും. ഇവിടെ അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഏക മനസ്സോടെ പ്രവർത്തിച്ചൊരു പഞ്ചായത്താണ്. തീർച്ചയായിട്ടും അത് നോമ കണ്ടിട്ടുണ്ട്. 3-4 വർഷം ഇങ്ങനെ പഞ്ചായത്തിലൂടെ വരുമ്പോഴൊക്കെ ഇവരുടെ ആ ഒരു സൗഹാർദ്ദമൊക്കെ അത് കോവിഡ് കാലത്ത് നോമ അറിഞ്ഞതാണ്. ഒപ്പം തന്നെ പ്രളയ കാലത്ത് അറിഞ്ഞാണ്. അവിടെ മിണ്ടാണ്ടിരിക്കുക എപ്പോഴും അതേ കൊച്ചു പിള്ളേരെ. ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ഇവിടേക്ക്. അപ്പോൾ ആളിങ്ങനെ എപ്പോഴും വെള്ളമുണ്ടും വെള്ള ഷർട്ടും. പേരെങ്ങനെ എങ്ങനെയുണ്ട് ഇപ്പോ? നല്ല പശുവളത്തിലൊക്കെ ഉണ്ടോ? നന്നായിട്ടുണ്ട്. നോമ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? ഇതൊക്കെ നോമ അറിയാം. ഇതൊക്കെ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ പാർലം പഞ്ചായത്ത് മികച്ച രീതിയിലായിരുന്നു. അതെ. അപ്പോൾ സന്തോഷമായി തീരട്ടെ. നമ്മുടെ പ്രജകള് സന്തോഷമായിട്ടിരിക്കുക. പ്രജകളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അപ്പോ മുകളിൽ AC ഉണ്ടെന്നാ പറയണത്. കയറി നോക്കിയാലോ? അപ്പൊ ഒന്നും ഉഷ്ണിക്കാൻ നേരല്ലേ? അതെ. ഇങ്ങനെ ഡയറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ എന്തോ സംഭവമാണ്. ഭക്ഷണമൊക്കെ കുറച്ചോണ്ടിരിക്കുക. അപ്പൊ രാജ്ഞ ആരാ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം കൊടുക്കല്ലോ. അപ്പോ നോമ്പെന്നാ കടന്നു പോവുകയാണ്. വലിയ സന്തോഷം. അതിനിടയ്ക്ക് ഇവിടെ എന്തോ തിരുവാതിരകളി ഉണ്ടെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഒന്ന് കണ്ടിട്ടൊക്കെ ആസ്വദിക്കണം. നമ്മുടെ ആളുകളൊക്കെ കാഴ്ച വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാട്ടോ. ഗജാനനം ഭൂതഗണാധിസേവിതം കവിധ്വജം ഭൂഫലസാരഭക്ഷിതം ഉമാസുദം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു കൂത്താലി, സഖി മുത്തു പതിച്ചൊരു കൂത്താലി. തട്ടാനും വന്നില്ല, തങ്കമൊരുക്കിയില്ല, തട്ടാനും തങ്കമൊരുക്കിയില്ല, കൊന്ന കൈയിന്നാരു കൊടുത്തു പൊന്നുകൊണ്ടൊരു മണിമാല, സഖി പൊന്നുകൊണ്ടൊരു മണിമാല. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു കൂത്താലി, സഖി മുത്തു പതിച്ചൊരു കൂത്താലി. കണ്ണാടിയില്ലാഞ്ഞോ കളിയാട്ടം കൂടിട്ടോ, കണ്ണാടിയില്ലാഞ്ഞോ കളിയാട്ടം കൂടിട്ടോ, പച്ചമുരുക്കിൻ നെറ്റിയിലൊക്കെ പാറിയല്ലോ സിന്ദൂരം, സഖി പാറിയല്ലോ സിന്ദൂരം. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു. ആർപ്പോ ഇറോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട് ആർപ്പോ ഹീറോ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ചേർപ്പ് പഞ്ചായത്തിലാണ്. ആ ചേർപ്പ് പഞ്ചായത്തിലെ സുന്ദരന്മാരും സുന്ദരികളൊക്കെ മോമനെ സ്വീകരിക്കാനായിട്ട് കാത്തു നിൽക്കുവാണ്. അപ്പോൾ വിഭവസമൃദ്ധമായൊരു ഓണക്കാലത്തിൻ്റെ നല്ല മനോഹാരിതയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആർപ്പോ ഹീറോ എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്. അപ്പോൾ നമ്മൾ ഉഷാറാക്കുമല്ലേ മാമ? ആർപ്പോ മാവേലി നാടോ വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം മനുഷ്യരെല്ലാം ഒട്ടില്ലതാനും. നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. അപ്പോൾ നോമിങ്ങനെ ചേർപ്പ് പഞ്ചായത്തിലെ എത്തിയതാ എല്ലാവരും ഓണം ആഘോഷിക്കാനായിട്ട് അണിഞ്ഞൊരുങ്ങി തന്നെ നിൽക്കുകയാണ്. അതാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അടുത്താണ് നോമ്പ് എത്തിയിരിക്കുന്നത്. ഒരു മാറ്റം ഇല്ല, അങ്ങനെയൊക്കെ തന്നെ. ആ ഒരു ലേശം തടി വെച്ചു എന്തായാലും കുഴപ്പമില്ല, സന്തോഷമല്ലേ? സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ഈ വർഷത്തെ ഓണാഘോഷത്തോട് കൂടിയിട്ട് തൽക്കാലം തിരശ്ശീല വീണ്ടും കർട്ടൺ ഉയരുമോ? ഇല്ല. എന്തായാലും സന്തോഷമാവട്ടെ. എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. നല്ല ചെയ്യാൻ പറ്റാവുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് വിശ്വാസം. നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നിട്ട് ചെയ്യാൻ കഴിയാവുന്ന നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അവിടെ പ്രജകളൊക്കെ സന്തോഷവതികളാണോ? സന്തോഷന്മാരൊക്കെയാണോ? 100% എല്ലാവരും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് ഉണ്ടാവില്ല, എന്നാലും അല്ലാതെ സന്തോഷവതികളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് പോവാ? ഓ എന്താ കുണുക്കാൻ, എവിടെന്നത്? എവിടുന്നാന്ന് പറയില്ല. നോമിനെന്തോ പരസ്യാവില്ല. നോമിന് ഒന്ന് വാങ്ങാൻ ആഗ്രഹമുണ്ടേ. ജിമിക്ക് കമ്മൽ. എന്തായാലും സന്തോഷമായിട്ട്. എങ്ങനെയുണ്ട് പോണു കാര്യങ്ങള്? അടിച്ചുപൊളി അല്ലേ? ഹാപ്പി ആയിട്ട് പോണു അല്ലേ? ജനങ്ങളൊക്കെ എങ്ങനെയുണ്ട് വാർഡിലെ? ആർക്കും കുഴപ്പമില്ല. കുഴപ്പമുണ്ടാവാണ്ടിരിക്കട്ടെ. അത് മുല്ലപ്പൂ കിട്ടണ്ടല്ലോ. എന്താ വിശേഷങ്ങള്? ഓണാശംസകൾ. ഓണാശംസകൾ. എല്ലാരും ഉഷാറല്ലേ? ഉഷാറാണ്. ഓണാഘോഷമൊക്കെ വീട്ടിലെങ്ങനെ ആയിക്കൊണ്ടിരിക്കണോ? ഹാപ്പി ഓണം. നല്ല തന്നെ. ഹാപ്പി ഓണം. നല്ല തന്നെ. സന്തോഷമാവട്ടെ. ഇങ്ങോട്ട് വന്നാൽ പുറകിൽ ചുള്ളം നിൽക്കണ്ടല്ലോ. തിരിഞ്ഞു നോക്കണ്ട, നിങ്ങളെ തന്നെ ഇങ്ങോട്ട് വാ. തിരിഞ്ഞു നോക്കുക. എങ്ങനെ പോണു? മാവേലി ഒരു കഴിഞ്ഞ പ്രാവശ്യം ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് വരുമ്പോ ഈ മഴയൊക്കെ ഒന്ന് നിർത്തി ഒന്ന് ഉഷാറാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ ഇപ്പോഴും അന്തരീക്ഷം മോശമാണ്. ഞങ്ങളിവിടെ മാവേലി വരും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്യാമ്പ് വരെ ഇങ്ങനെ നിർത്താൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നിരുന്നു. പഞ്ചായത്തിന് ഇപ്പോൾ സമ്പൽ സമൃദ്ധിയുടെ ഒരു സമയമാണ് അല്ലേ? ഇന്ന് മാവേലിക്ക് തോന്നുന്നുണ്ടോ? ഇന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം എന്താ ഇതാവുണ്ടോ, നല്ല മെമ്പർമാരെയൊക്കെയാണ്, ചിരിക്കുന്ന മുഖമുള്ള നല്ല പ്രവർത്തന മികവുള്ള മെമ്പർമാരെയൊക്കെയാണ് ചേർപ്പിന് കിട്ടിയിരിക്കുന്നത്. എങ്കിൽ കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല എന്ന് പ്രജകൾക്ക്. അപ്പൊ ഒരു വരി, 2 വരി ആസ്ഥാന ഗായകന്റെ 2 വരി കുഴപ്പമില്ല. പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ. കഴിഞ്ഞോ? ഹാപ്പി ഓണം. എന്തിന്റെ വിശേഷങ്ങള്? നല്ല വിശേഷം. സുഖായിരിക്കുന്നു. എന്താ സെറ്റ് സാരി ഒന്നും കിട്ടിയില്ലേ? എങ്ങനെയുണ്ട് വെറൈറ്റി? എന്നിട്ട് ഹാപ്പിയാണോ? എങ്ങനെ പോണ? വെള്ളമൊക്കെ ഇറങ്ങി അവിടെ? എല്ലാ പ്രാവശ്യം വെള്ളം കയറുന്ന സ്ഥലമാണല്ലോ. ഇറങ്ങിക്കൊണ്ടിരിക്കണോ? ഹാപ്പി ആയിട്ട് പോട്ടെ. വാർഡിലെല്ലാവരും സന്തോഷമായിട്ടിരിക്കണു. വീട്ടിൽ ഓണാഘോഷമൊക്കെ? അപ്പൊ ഒരു 2 വരി ആസ്ഥാന ഗായികയുടെ. തുയിലുണരൂ തുമ്പികളെ, തുമ്പപ്പൂങ്കാട്ടിലെ വീണകളെ, തിരുവോണപ്പുലരി വന്നു, തൃക്കാക്കര നട
കുരുവികളെ. നല്ലൊരു കൈയടിച്ചേ. അപ്പൊ ഈ ആസ്ഥാന ഗായിക കഴിഞ്ഞ വരും വർഷങ്ങൾ ഉണ്ടാവും ഇവിടെ? ഇല്ല, ഉണ്ടാവില്ല. ഉണ്ടാവില്ലേ? ഇതെന്താ എല്ലാരും ഇങ്ങനെയൊക്കെ പറയണേ? എന്തുണ്ട് വിശേഷങ്ങള്? സുഖം. കറുത്ത കണ്ണടയൊക്കെ മാറ്റാറായിട്ടോ? എങ്ങനെ പോണു? സുഖമായിട്ട് പോണു. ഈ കൊല്ലത്ത് ഓണം മകന്റെ കൊച്ച് ഇപ്പൊ പുതുതായിട്ടുണ്ടായി 4 മാസമായിട്ട്. പേര് ഇട്ടക്കണേ? നിലങ്കമോൾ. ഒരു കൈയടിച്ചെല്ലാരും. അപ്പൊ അന്വേഷണം പറയാ. ആരോട്? കൊച്ചിനോടോ? മനസ്സിലാവോ? പ്രജകളോടും പറയാം. വീട്ടിലെല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു. സന്തോഷമായിരിക്കുന്നു. ഹായ് ലോട്ടസ് മാല. എന്താന്ന് നോക്കിയേ, ഓണത്തിന്റെ ഇപ്പോഴത്തെ തരംഗമായ ലോട്ടസ് മാലയൊക്കെ ഇട്ട് വന്നേക്കുവാ. എന്നിട്ട് മാവേലിക്ക് കുറെ തപ്പി, പക്ഷേ നോമിന് കഴുത്തിന് ഭാഗമായ ലോട്ടസ് മാല ഇല്ലാന്ന്. എന്തുണ്ട് വിശേഷങ്ങള്? സുഖം. മാവേലിക്ക് സുഖല്ലേ? സന്തോഷമായിട്ടിരിക്കണു. ചക്കരേ, ഇവിടെ വന്നിട്ട് സുന്ദരികളെ കണ്ടോണ്ടിരിക്കണു. കേരളത്തിൽ വന്നിട്ട് സന്തോഷാണ്. എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധമാണ്. പിന്നെ പാതാളത്തിലേക്കാളും ചില റോഡുകളൊക്കെ ഇത്തിരി കുണ്ടുകൂടിയുണ്ട്. അതാ ഞാൻ ചോദിച്ചേ. കൊറേ റീലുകൾ കണ്ടു മാവേലി വരുന്നതിന്റെ. പട്ടിയടിക്കാൻ വന്നൊക്കെ. പേരെന്താണ്? ജാൻവി. നല്ല പേര്. ഗവാമി. അപ്പോ ഒരു 2 വരി അങ്ങോട്ട്. സ്ഥിരമുള്ള നമ്മുടെ ഗായികമാരാണ്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് വരവായ ചൊല്ല്. ഹായ്, സന്തോഷം. എല്ലാവരും കൈയടിച്ചേ. അവിടെ ഒന്ന് അങ്ങോട്ട് വരണുണ്ട്. ഒന്ന് കയ്യൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കാം. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? നല്ല സുഖാണ്. ഹാപ്പി ഓണം. വീട്ടിലെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ? ഹാപ്പി ആയിട്ടിരിക്കണോ. പാചകമൊക്കെ എങ്ങനെയുണ്ട്? തകൃതിയായിട്ട് പാചകം എങ്ങനെയുണ്ട്? പാചകം തകൃതിയായി നടക്കണം. രണ്ട് നടക്കട്ടെ. അയ്യോ, നോമിനേക്കാളും വലിയ മീശക്കാരൻ. നോമ ഇപ്പൊ മീശ ചെറുതാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഗംഭീരായിരിക്കണം കേട്ടോ. ആരെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞിട്ടില്ലേ? നീ പറഞ്ഞോളൂ. ആയിക്കോട്ടെ. എങ്ങനെ പോണു? സുഖമായിട്ട് പോണോ? വാർഡിലെ എല്ലാവരും സന്തോഷം? എല്ലാവരും സന്തോഷം. വീട്ടിലോ? വീട്ടിലെല്ലാവരും സന്തോഷം. ഓണത്തിന് എന്താ പരിപാടി? ഓണത്തിന് ഇതുപോലെയുള്ള ആഘോഷങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ ഉഷാറാവട്ടെ. ഹായ്, നമ്മുടെ സുരേഷ് ഏട്ടൻ. എന്തുണ്ട് വിശേഷം? സുഖം. വാർഡിലൊക്കെ എല്ലാവരും ഹാപ്പി? ഉഷാറാണ് കാര്യങ്ങൾ. ഹാപ്പി ഓണം. ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങോട്ട് പറയുന്നേ. എന്തുണ്ട് വിശേഷം? പുതിയ കുഞ്ഞിന്റെ പേരെന്താ? നവമി. ഉഷാറല്ലേ? ഉഷാറായി പോണോ? എങ്ങനെയാണ് വീണ്ടും 2ാം അംഗത്തിന്? നോക്കാം. ഒരു ബാല്യം കൂടി. എന്നാ വിശേഷം? സുഖാണോ? സുഖം. എല്ലാരും ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പി. എന്തൊക്കെയാണ് വീട്ടിലെ ഈ പ്രാവശ്യം ഓണമൊരുക്കം? വല്ല ടൂറുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും സുഖായിരിക്കുന്നു. പ്രജകളൊക്കെ സുഖായിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഇതേ കണ്ടോ, ഇതാണ് മലയാളി മങ്ക. എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം. നമ്മുടെ ആ ഒരു പാട്ട് രണ്ടുപേരും കേട്ട്. അയ്യോ, എനിക്ക് പാട്ടറിയില്ല. പാട്ട് ആസ്വദിക്കാൻ അറിയുള്ളൂ. എന്തായാലും സന്തോഷം. ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് നോമിന് ഈ ലോകത്ത് മറ്റൊരാളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ നോക്കുമ്പോൾ എത്ര മാനസിക ടെൻഷനുള്ള ആളാണെങ്കിലും ആളുടെ ടെൻഷനൊക്കെ മാറണം. അതുകൊണ്ട് എന്താണ് എന്താ എങ്ങനെയാ ചിരിച്ചേ? അത്രയാണ് ഈ ചിരിക്കുന്ന മുഖം ഇല്ലേ? അതാണ് നമ്മുടെ ഈ പേര് പറഞ്ഞുപോയി, അനിത. വിട്ടുപോയതാ. രണ്ടുപേരും സുന്ദരികളാ ഇതിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലോകത്തിൽ വേണ്ടത് കേട്ടോ. നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് വല്ലാത്തൊരു കാലത്തിലാണ് പോണല്ലേ? ശരിയാണ്. പക്ഷെ കിട്ടുന്ന സമയം നന്നായി സന്തോഷിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ടെൻഷനും പിരിമുറുക്കങ്ങളും അല്ലേ? എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മൾ ശരിയിലൂടെ ഒതുക്കും. മരിക്കുമെന്നത് നേരാ, ജനിക്കുമെന്നത് സത്യ അല്ലേ? ജനിക്കുമെന്നത് സത്യ, മരിക്കുമെന്നത് നേരാ അല്ലേ? നിങ്ങളുടെ ഉള്ളിലെ ചേറുകളെല്ലാം കാക്കയ്ക്കെറിഞ്ഞു കൊടുക്ക്. നിങ്ങളുടെ ഉള്ളിലെ ചേറുകളെല്ലാം കാക്കയ്ക്കെറിഞ്ഞു കൊടുക്ക്. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ അല്ലേ? നിങ്ങളെ മാത്രം ഇഷ്ടപ്പെട്ട ഒരു കാര്യമില്ലാന്ന്. നിങ്ങളെല്ലാവരെയും ഇഷ്ടപ്പെടണം, സന്തോഷിക്കണം. അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ വേണ്ടത്. അപ്പൊ ഹാപ്പി ഓണം. ഹായ്, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. മാറിപ്പോണേട്ടാ. മൈക്ക് സെറ്റുകാരൻ പോവോ? അവിടെ നിൽക്കാം. ഹാപ്പി ഓണം. വീട്ടിലെ സന്തോഷമായിട്ടിരിക്കണോ? അതെ. ഹാപ്പി ഓണം. പേര് മറന്നുപോയി. ശ്രീലേഖ. സ്ഥലം എവിടെയാ?
മാപ്രാണം. ഇവിടെ എങ്ങനെയുണ്ട്? ഇവരൊക്കെ എങ്ങനെയുണ്ട്? നല്ല ആൾക്കാര്. ചേട്ടാ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. മൈക്കില് നല്ല ശബ്ദമൊക്കെ വരണുണ്ടോ? പിന്നല്ലാതെ ശബ്ദമൊക്കെ ഇടയ്ക്ക് കൂട്ടിയും കുറച്ചൊക്കെ നിൽക്കണം. അടിച്ചുപൊളി. അടിച്ചുപൊളി. ചക്കരെ പേര്? സാത്വിക്. എത്രയല്ല പഠിക്കണേ? രണ്ടില്. നന്നായിട്ടൊക്കെ പഠിക്കണ്ടല്ലോ അല്ലേ? നന്നായിട്ട് പഠിക്കണം. അപ്പൊ ഇനി എന്താ പേര്? എത്രയല്ല പഠിക്കണേ? അംഗനവാടി പോണ്ടോ? നന്നായിട്ടൊക്കെ പഠിക്കണം കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഓണം? ഉഷാറല്ലേ? സന്തോഷല്ലേ? എത്രയല്ല പഠിക്കണേ? 5ല്. നീയോ? 1ല്. അടുത്ത പ്രാവശ്യം അവിടെ 2 പേര്. അയ്യോ ഇത് കണ്ടില്ലല്ലോ. അതെങ്ങനെയാ? വല്ല തിളങ്ങണ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരണം ഇവരെ പോലെ. കണ്ണിൽ പിടിക്കില്ല. തിളക്കം പറഞ്ഞു. എങ്ങനെ പോണു കാര്യങ്ങൾ? സുഖമാണ്. മാവേലിക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? നന്നായിട്ടുണ്ട്. സുഖമായിട്ടിരിക്കണു അല്ലേ? അവർ 2 പേര് കണ്ടായിക്കേ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമ്പൽ പൂവേ 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 മാടി വിളിപ്പൂ ഇതാ ഇതാ. അപ്പോ സന്തോഷമായിട്ടിരിക്കുക. ഇതെന്താ ഒരു മൗനൊക്കെ? ടെൻഷനുണ്ടോ? ടെൻഷൻ ഇല്ലല്ലോ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പൊ ഒരു ഹാപ്പി ഓണം കൊടുത്തേ. ഹാപ്പി ഓണം. അപ്പൊ ഇവിടെ ഒരാള് കാത്തിരിക്കുകയാണ്, സുന്ദരി കുട്ടി ആയിട്ട്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എങ്ങനെ ഓണത്തിന്റെ ആ ഒരു വൈബൊക്കെ ആയോ എല്ലാവരുടെ അടുത്ത്? വൈബൊക്കെ സെറ്റ് ആയിട്ട് വരുന്നു. സന്തോഷമായിട്ടിരിക്കുന്നു. പേര്? സിൻഡോ. സ്ഥലം എവിടെയാ? മണ്ണമ്പെട്ട. അപ്പൊ വീട്ടിലായിരിക്കുള്ളേ? വീട്ടില് വൈഫ്, 2 മക്കള്, അപ്പച്ചൻ. ജോലി വല്ലതും ഉണ്ടോ? ഇല്ല. അന്വേഷണം പറയണം തീർച്ചയായും. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോ ഒരു പാട്ട് പഠിക്കേ. ഐ ലവ് യു എന്നോ? ആവട്ടെ. സന്തോഷം. അപ്പോൾ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ സാരഥികളെയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അവർക്ക് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു പിന്തുണ നൽകുന്ന ഒരു ടീമാണ് ഈ നിൽക്കുന്നത്. നമസ്കാരമുണ്ട്. എന്താ പേര്? സിമി. എവിടെ സ്ഥലം? പെരുമ്പളിശ്ശേരി. എങ്ങനെയുണ്ട് ഇവര്? അംഗങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇവരല്ല നമ്മുടെ മെമ്പർമാരൊക്കെ? കുഴപ്പമില്ല, എല്ലാവരും നല്ല ഫ്രണ്ട്ലി. ഒരു വഴക്കൊന്നും പറയണമെന്നില്ലോ? ഇല്ല. നമസ്കാരമുണ്ട്. നമസ്കാരം. പേര്? ഷിജി. സ്ഥലം എവിടെയാ? മണ്ണുത്തി എന്നാണ് അങ്ങോട്ട് വരണേ? അപ്പൊ ഇതിലേ വരും? ഒല്ലൂർ വഴി വരും. വേഗമൊക്കെ എത്താറുണ്ടോ? വഴിയൊക്കെ നല്ലതാണോ? അതെ. നമസ്കാരമുണ്ട്. നമസ്കാരം. പേര്? സൗമ്യ. ഇവിടെ ഇപ്പൊ എന്തായിട്ടാണ്? NRGS അക്കൗണ്ടന്റ്. കണക്കൊക്കെ കറക്റ്റ് ആണല്ലോ അല്ലേ? നമസ്കാരമുണ്ട്. സിന്ധു പേര്. ഞാൻ JS ഇവിടെ പഞ്ചായത്തിൽ. സന്തോഷമായിട്ട് പോണു. ലോകസ്തമസ്ത സുഖിനോ ഭവന്തു. അതാണ് വേണ്ടത്. നോം പറഞ്ഞേ കേട്ടില്ലേ? അതാണ് വേണ്ടത് കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ഓണം. നമസ്കാരം. ഹാപ്പി ഓണം. പറഞ്ഞോ. റോഷ്നി. ജെൻഡറിന്റെ പ്രൊജക്റ്റിൽ. എവിടെ സ്ഥലം? എവിടെയാ? പെരുമ്പളിശ്ശേരി തന്നെ. നമസ്കാരമുണ്ട്. ചിരിക്കാതെ നിൽക്കണം. എന്താ വീട്ടിൽ എങ്ങനെയുണ്ട് ഓണാഘോഷം? എവിടെ വരെയായി? നന്നായി. തിരുവോണത്തിന് അന്ന് ഏത് പായസ? ഗോതമ്പ് പായസം. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുവോ? പിന്നെ കാശ് കൊടുത്ത് മേടിക്കുമല്ലോ. വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടായിക്കോളൂ കേട്ടോ. ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ. അങ്ങനെ മാറിയിരിക്കണത്. പേര്? സുബിത. സ്ഥലം എവിടെയാ? പുതുക്കാട് എന്നാണോ വരണേ? വീട്ടിലായിരിക്കും ഉള്ളേ? വീട്ടിൽ അച്ഛനമ്മ, ഹസ്ബൻഡ്. മക്കള്? pregnant ആണ്. ഓണം എങ്ങനെയാ വീട്ടിലെ ആഘോഷം? നന്നായി പോണു. ഹാപ്പി ഓണം. അപ്പോ നമസ്കാരമുണ്ട് പുരുഷപ്രജ. എന്താ പേര്? എന്റെ പേര് അനു. സ്ഥലം എവിടെയാ? സ്ഥലം പെരിഞ്ഞനം. എങ്ങനെ പോണു? ഇവരെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? ഓവർലോഡൊന്നും ഇല്ലല്ലോ? അപ്പൊ എന്തെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കട്ടെ കേട്ടോ. വീട്ടിലായിരിക്കും ഉള്ളേ? വീട്ടില് വൈഫ് മാത്രം. സന്തോഷമായിട്ടിരിക്കുന്നു. ഇനി ഇവിടെ ആരാ ഇനി പുറകിലേക്കൊക്കെ ഓടണേ? നമസ്കാരമുണ്ട്. നമസ്കാരം. പേര്? ഫാത്തിമ. നമസ്കാരം. പേരെന്താ? ലിയ. നമസ്കാരം. അഞ്ജു. അപ്പോ എങ്ങനെയുണ്ട് ഓണാഘോഷം? നന്നായിട്ട് പോണു. ഇവിടെ എന്തായിട്ടാണ്? ഞാൻ ഇവിടെ പ്രൊജക്ട് അസിസ്റ്റന്റ്. കുഴപ്പമൊന്നുമില്ല. ഉഷാറാണ്. നമസ്കാരമുണ്ട്. ഓണം എവിടെ വരെയായി? വീട്ടിലെന്താണ് ഈ പ്രാവശ്യത്തെ പായസം? ഏതാ? ഭക്ഷണത്തിന് ഈ സദ്യയൊക്കെ വീട്ടിൽ തന്നെയാണോ? അതോ ഓർഡർ കൊടുക്കണോ? ഇല്ല, ഞാൻ തന്നെ ഉണ്ടാക്കും. വീട്ടിൽ തന്നെ ഉണ്ടാക്കും. അപ്പൊ എത്ര മണിക്ക് അടുക്കള കയറും? 5 മണി. 5 മണി. ആരെങ്കിലും കൂടെ ഉണ്ടാവോ? ഹസ്ബൻഡ് ഉണ്ടാവും. ആൾക്ക് പാചകം ചെയ്യാൻ അറിയോ? അതോ വാചകം അടിക്കുമോ? അത്യാവശ്യമൊക്കെ ചെയ്തോളൂ. വാചകം അടിച്ചോളൂ. ഹാപ്പി ഓണം കേട്ടോ. ഹാപ്പി ഓണം. എന്തായി ഒരുക്കങ്ങളൊക്കെ? നടന്നുകൊണ്ടിരിക്കുന്നു. പേര്? മേഘ.
ഓണാശംസകൾ. പേരെന്താ? രാജലക്ഷ്മി. രാജലക്ഷ്മി. അപ്പോൾ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ സാരഥിയാണ് ഇനി നോം ഇവിടെ മനോഹരമായൊരു എന്താണ് തിരുവാതിരകളിയിലേ ഇവിടെ ഒരു കസേര ഇട്ടുള്ളൂ. തിരുവാതിരകളിയാണ്. അപ്പോൾ തിരുവാതിരകളി കണ്ട് അപ്പോൾ അതിന് മുന്നേ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതേ കണ്ടോ പൂക്കളം കണ്ടോ? കണ്ടോ നല്ല മനോഹരമായ ഒരു പൂക്കളം അവരൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഓണം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ തകൃതിയായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആർപ്പോ ഹീറോ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർ തിരുവാതിരകളിക്ക് ഒരുങ്ങിയേക്കുവാണ്. നോമ ഇവിടെ ഇരുന്നിട്ട് തിരുവാതിരകളി കാണാൻ പോകട്ടോ. മലയാള
അപ്പോൾ അതോ നോം ചേർപ്പ് പഞ്ചായത്തിലെ പ്രസിഡന്റും പഞ്ചായത്തങ്ങളുടെ കൂടെ വിഭവസമൃദ്ധമായ ഒരു സദ്യ അവിടെ കഴിക്കാൻ പോവാ. സാമ്പാറൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രസിഡന്റ്, ഈ ഓണം മധുരമാണല്ലേ? വളരെ മധുരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭരണസമിതിയുടെ ലാസ്റ്റ് ഓണമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരട്ടി മധുരമാണ്. എല്ലാവർക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പൊന്നോണം ആശംസിക്കുന്നു. അവിടെ എങ്ങനെയാ, സന്തോഷമായോ? സന്തോഷമായി. ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും, നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ നേരത്തെ. അപ്പോൾ എന്താ നോക്കട്ടെ കേട്ടോ, സാമ്പാറിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. അടിപൊളി, നല്ല രസകരമായിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാമ്പാർ? എങ്ങനെയുണ്ട് സാമ്പാർ? അടിപൊളിയുണ്ട്. കഴിച്ചു നോക്കിയിട്ടില്ലേ? ഹലോ, ഒന്നും കിട്ടിയില്ലേ? ഇവിടെ ഒന്നും കിട്ടിയില്ല. കിട്ടും. അപ്പോൾ എന്തായാലും സന്തോഷമായിട്ടിരിക്കുക. മോം ഇതൊക്കെ ഒന്ന് കഴിച്ചോട്ടെ കേട്ടോ. കുറേ സമയം എടുക്കും, കാരണം കുമ്പ നിറയണ്ടേ. അപ്പോൾ കഴിക്കുക. ആർപ്പോ ഇറോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. അപ്പോൾ നോമ ഇപ്പോൾ എത്തിയിരിക്കണത് എവിടെയാണെന്നറിയോ? ചേർപ്പ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലാണ്. നോമനെ പിടിച്ച പോലീസ് സ്റ്റേഷൻ ഇടാനല്ല, നമ്മളിപ്പോൾ അതുപോലെ ഇവിടെ വരാറുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ക്രമസമാധാന രംഗത്ത് ഇവരൊക്കെ ചെയ്യുന്ന ഈ സേവനത്തെ നോം മറക്കണില്ല. അപ്പോൾ എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്, ആർപ്പോ ഇറോ. അപ്പോൾ നോമ സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നോം ആദ്യം പറഞ്ഞ പോലെ ചേർപ്പ് സ്റ്റേഷനിലെത്തിയിരിക്കുന്നത്. ഈ ക്രമസമാധാന രംഗത്ത് പ്രത്യേകിച്ച് അറിയാം, ഈ ഓണക്കാലത്ത് അത്രയേറെ തിരക്കാണ്. യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും ഓണം ആഘോഷിക്കാൻ പോലും പറ്റാറില്ല. കാരണം ജനങ്ങളുടെ ആ ഒരു സുരക്ഷിതത്വമാണ്. ഈ 3-4 ദിവസം അത്രയേറെ തിരക്കാണ്. ഈ ചേർപ്പിലെ തിരക്കെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല അല്ലേ. ക്ഷേത്രങ്ങളുടെ ഒരു നഗരമാണ്, അത്രമാത്രം തിരക്കുകളുണ്ട്. അപ്പോൾ ഈ കുറി എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഓണം ആഘോഷിക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ്? ഞങ്ങളുടെ ഓണാഘോഷം ഇന്നലെയായിരുന്നു. ഞങ്ങൾ വിപുലമായിട്ട് തന്നെ ഈ സ്റ്റേഷനിലുള്ള എല്ലാ സേനാംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ജനമൈത്രി പോലീസും ചേർന്ന് ഇന്നലെ ഓണം വിപുലമായി തന്നെ ആഘോഷിച്ചു. ഇനിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ, നേരത്തെ പറഞ്ഞ മാതിരി തിരക്കുകൾ നിയന്ത്രിക്കുക, ജനങ്ങളെ സുരക്ഷിതമായിട്ട് ആഘോഷിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അപ്പോൾ അതിനായിട്ട് ഞങ്ങളെല്ലാവരും സന്നദ്ധരായാണ്. ബാക്കി എല്ലാവർക്കും ഓണാശംസകൾ, എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ. നമുക്കറിയാം ഈ ചേർപ്പ് സ്റ്റേഷൻ ഈ ഒരു ഇത് പാർളം, വല്ലച്ചിറ പഞ്ചായത്തുകളടക്കം തന്നെ നമ്മുടെ ചേർപ്പ് പഞ്ചായത്ത് അടക്കം ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നതാണ്. പ്രത്യേകിച്ച് സുരക്ഷാ രംഗത്ത് ഇവർ ഇവരെ ചെയ്യുന്ന സഹായം എന്ന് പറഞ്ഞ് എടുത്തു പറയേണ്ടതാണ്. രാവും പകലും ഊണും ഉറക്കവും ഒഴിച്ചിട്ടാണ് ഈ ഉത്സവ സീസണിൽ നിങ്ങൾ ജനങ്ങളുടെ സുരക്ഷിതത്വം എടുക്കുന്നത്. പ്രത്യേകിച്ച് തിരുവോണനാൾ, നാളെ ഉത്രാട പാച്ചിലൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. സാറിൻ്റെ പേര്? എൻ്റെ പേര് സജിവാൽ എന്നാണ്. തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് ഈ വർഷം ഓണത്തിനായിട്ട് വളരെയധികം മുൻകരുതലുകളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് SP അദ്ദേഹവും DSP സാറൊക്കെ വളരെയധികം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലീസിൻ്റെ സജീവമായ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് 24 മണിക്കൂറും ഞങ്ങൾ റോഡിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഓണത്തിൻ്റെ ഈ വേളയിൽ പറയാനുള്ളത്,
എല്ലാവർക്കും സന്തോഷകരമായ ഓണം ഉണ്ടാവട്ടെ. അതിൻ്റെ ഒപ്പം അല്പം കരുതലും ജാഗ്രതയും കൂടിയും ഓണാഘോഷങ്ങളിലും ഉണ്ടായിരിക്കണം എന്ന് മാത്രം പറയുന്നു. എന്തായാലും ലഹരി ആവരുത് ഓണം, ഓണം ആവണം ഇല്ലേ സാറേ? ലഹരി അത് പുതുതലമുറയോട് നമുക്ക് പറയണം. പ്രത്യേകിച്ച് അറിയാം, ഈ ഓണക്കാലത്ത് പുതുതലമുറ ബൈക്ക് എടുത്തിട്ട് ചീറി പാഞ്ഞ ഓണം ആഘോഷിക്കാനൊക്കെ ഇറങ്ങും. അപ്പോൾ അവരോട് പറയാനുള്ളത് ഓണം ആവട്ടെ ലഹരി ഇല്ലേ? അതെ, ഈ പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്. ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ലഹരികളുടെ പിന്നാലെ യുവാക്കൾ ഉൾപ്പെടെ ഉള്ള ജനങ്ങൾ ലഹരിയുടെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഓണം എന്നുള്ളത് തന്നെയാവട്ടെ ഈ ലഹരി എന്നുള്ളത്. ഓണം ആഘോഷമാകട്ടെ ലഹരി, മറ്റ് ലഹരികൾ എല്ലാതും ഒഴിവാക്കിക്കൊണ്ട് നല്ല സന്തോഷപൂർവ്വം ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ സാറിൻ്റെ പേര്? സുബിന്ദ്. ഇവിടെ തൃശ്ശൂർ തന്നെയാണോ? അതെ, ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്. തൃശ്ശൂർ തന്നെ എൻ്റെ വീട്. ഓക്കെ. അപ്പോൾ ഒന്ന് വേഗം, നല്ല തിരക്കുള്ള സമയമാണെങ്കിലും അവർ നമുക്ക് വേണ്ടി നോം വന്നപ്പോൾ അവർ കണ്ടു, സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. പതിവ് തെറ്റിക്കാറില്ല, നോം ഇവിടെ വന്ന് കയറിയിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ഒന്ന് വേഗത്തിലൊന്ന് പരിചയപ്പെടാം. സാറേ പേര്? മണികണ്ഠൻ. അനു. അർജുൻ. സുധിൻ. ധനീഷ്. സതീഷ്. അനീഷ്. സ്വാഭാവികമായിട്ടും വാർത്തകളിലൊക്കെ ഇവരുടെ പേരുകളൊക്കെ സുപരിചിതമായിരിക്കും, പക്ഷേ ഈ മുഖങ്ങളൊക്കെ ഒരു പക്ഷേ അത്ര കണ്ട് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് കാണുവാനൊക്കെ ആയിട്ട് പ്രേക്ഷകർക്കൊരു അവസരമാണ്. ഈ പേരുകളൊക്കെ പല വാർത്തകളിലൊക്കെ ഈ നാട്ടിലെ തെറ്റുകൾ ചെയ്യണവരൊക്കെ പിടികൂടുമ്പോൾ ഈ പേരുകളെല്ലാം വരാറുണ്ട്. എന്തായാലും സന്തോഷമുണ്ട്, എല്ലാവിധ ആശംസകളും നേരുകയാണ്. അടുത്ത വർഷം വീണ്ടും വരാം. അപ്പോൾ ജീവിതമാകട്ടെ അല്ലേ, ലഹരി ആവരുത്, ഓണം ലഹരി ആവട്ടെ. അതെ, ഓണം ലഹരിയാവട്ടെ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം. നോമ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര തുടരുകയാണ് കേട്ടോ. ആർപ്പോ ഇറോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആർപ്പോ ഇറോ. ഇപ്പോൾ എവിടെ എത്തിയേക്കണമെന്നറിയോ? വല്ലച്ചിറ പഞ്ചായത്തിലാണ്. നോമെ കാത്തിങ്ങനെ പഞ്ചായത്ത് പ്രസിഡൻ്റ് അവിടെ കാത്ത് നിൽക്കണം കേട്ടോ. ഒന്നും അങ്ങോട്ട് കടന്നു പോവാം. അപ്പോൾ ഇങ്ങനെ നടന്ന് നോമിങ്ങനെ എത്തിയാണ്. ഓണത്തിൻ്റെ ആവേശത്തിൻ്റെ ഒരു നിമിഷത്തിലാണ്. അതാ കാത്തു നിൽക്കുന്നു നമ്മുടെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഉഷാറാണോ? നേരത്തെ പോന്നു. നോം ഇന്ന് അത്തത്തിന് ഇങ്ങോട്ട് പോന്നു. അത്തത്തിന് പോന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ വല്ലച്ചിറയിൽ പതിവ് തെറ്റിച്ചില്ല, കുടുംബശ്രീക്കാരുടെ നമസ്കാരമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആഘോഷങ്ങളൊക്കെ? ആഘോഷം നന്നായി പോണു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഓണാഘോഷ ഗ്രാമോത്സവം 62ാം വർഷമാണ്. വളരെ നന്നായിട്ട് പരിപാടികൾ പോണു. ഇനി തിരുവോണ ദിവസം മുതൽ 4 ദിവസം ഉറക്കമില്ലാത്ത രാത്രികളാണ് വല്ലച്ചിറയിൽ. നാടകമൊക്കെ ഗംഭീരമാണോ? തിരുവോണത്തുനിന്ന് നാടൻകലകൾ, 2 ഓണത്തുനിന്ന് നാടകം, 3 ഓണത്തുനിന്ന് ഡാൻസ്, 4 ഓണത്തുനിന്ന് നാടൻപാട്ട്, ഭിന്നശേഷി കലോത്സവം, വയോജന സംഗമം, സമ്മാനദാനം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഓണത്തിന് ശരിക്കും കുശുമ്പ് വല്ലച്ചിറക്കാരോടാ. ഓണത്തിന് മുന്നേ ഓണം ആഘോഷിക്കും. അതന്നെയാണ്. കർക്കിടക മാസത്തിൽ ഓണം ആഘോഷിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ഗ്രാമപഞ്ചായത്ത് വല്ലച്ചിറയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രസിഡന്റ് ആവാൻ കിട്ടിയൊരു ഭാഗ്യമാണ്. പ്രസിഡന്റ് ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ എല്ലാവിധ ഓണ ആശംസകളും. സന്തോഷം. അപ്പോൾ ഇതേ കണ്ടില്ലേ, പ്രസിഡന്റ് തിരക്കാണെങ്കിലും സാരിയില്ല. പക്ഷേ മറ്റു പഞ്ചായത്ത് എല്ലാം ഭംഗിയായി നടക്കുന്നുള്ളൂ. ഇത് അവസാനത്തെ അല്ലേ, ടൈം തീരുവാണ്. അപ്പോൾ പിറകിലേക്ക് ചിന്തിക്കുമ്പോൾ എങ്ങനെയാ? സന്തോഷമല്ലേ? സന്തോഷം. ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും കേട്ടോ. അപ്പോൾ ദേ നോമെ കാത്ത് നിൽക്കണു. എല്ലാ വർഷവും പതിവ് തെറ്റിക്കാണ്ട് ഹാപ്പി ഓണം. കാശ് കുറേ ഉണ്ടല്ലോ, കാശ് അങ്ങോട്ട് മാറ്റി പിടിച്ചു. കയ്യിലുള്ള കാശ് കേട്ടോ, കൈ മാത്രം തന്നു, കയ്യിൽ നിറച്ച് കാശാണ്. ഇപ്പം എങ്ങനെ പോണു? നന്നായി പോണു. കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ സുന്ദരിനെയാണല്ലോ, മാറ്റില്ലല്ലോ. ഈ പ്രാവശ്യം എവിടെയാ? സ്റ്റാൾ എവിടെയാ? സ്റ്റാളിന്റെ മൊത്തം സ്റ്റാളിന്റെ മേൽനോട്ടാണ്. അപ്പുറത്ത് കൃഷിഭവന്റെ ചന്ത. അപ്പൊ നോമ എല്ലായിടത്തും ഒന്ന് കറങ്ങുന്നുണ്ട്, കുടുംബശ്രീയുടെ സ്റ്റാളുകൾ. അപ്പോൾ ഒന്ന് നോക്കാം. നമസ്കാരമുണ്ട്. ഇത് നോം വന്നത് ഇഷ്ടായില്ലേ? ഒരു ഇഷ്ടക്കേട് പോലെ. വളരെയധികം സന്തോഷം. എങ്ങനെയുണ്ട് കച്ചവടങ്ങളൊക്കെ? കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരേതാ? ഉപ്പേരിക്കും കായ വറുത്തതും. ഉപ്പേരിയൊക്കെ നമ്മൾ തന്നെ. അപ്പോൾ ഉഷാറാവട്ടെ കേട്ടോ. ഇതെന്താ സംഭവം? ഇത് ചെറിയെന്ന് പറയും. കണ്ടോ, എല്ലാ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ടാണ്. നമ്മുടെ ഓണം വന്നു കഴിയുമ്പോൾ ഇത് വിൽക്കാൻ വെച്ചേക്കണാണോ? കഴിക്കാൻ വെച്ചേക്കണേന്ന് പരിപ്പോടേ. നമസ്കാരമുണ്ട്. എങ്ങനെയുണ്ട് നൈറ്റ് കച്ചവടമൊക്കെ? നല്ല രീതിയിൽ പോണു. ഇത് വീട്ടിൽ തന്നെ നിർമ്മിക്കണേയാണോ? പേര്? വിജി. എവിടെ സ്ഥലം എവിടെയാ? വല്ലച്ചിറ തന്നെ. അപ്പോൾ സന്തോഷമായിരിക്കും. എങ്ങനെയുണ്ട് കച്ചവടം? കുഴപ്പമില്ല.
എന്താ പേര്? മഞ്ജു. മഞ്ജു എല്ലാ വർഷം വരാറില്ലേ? ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഉപ്പേരി അപ്പേരി അല്ലേ? എങ്ങനെയാണ് ഉപ്പേരിക്കൊക്കെ എങ്ങനെയാ വില? വില 140. കുറവാണല്ലോ. 250 ഗ്രാം. എന്നാലും കുറവാണ്. കാരണം വെച്ചാൽ പുറത്ത് അതിലും വലിയ വിലയാണല്ലോ. അപ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരുങ്ങിയേക്കണത്. അപ്പോൾ എത്ര നാളായി ഈ പ്രവർത്തനമൊക്കെ? 3 ദിവസത്തെ. 3 ദിവസത്തെ അധ്വാനാണ്. വേറെ എന്തൊക്കെയുണ്ടോ നിങ്ങളുടെ ഐറ്റംസ് എന്തൊക്കെയുണ്ട് ഇതല്ലാതെ? മുറുക്ക്, കൊക്കുവട, അച്ചാറുകൾ, ഇഞ്ചമ്പുള്ളി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇത്ര വേഗം കഴിഞ്ഞു പോയോ? അയ്യോ, നോവലെന്ന് ടേസ്റ്റ് നോക്കാനായിട്ട്. എന്താ പേര്? മോളി. അമൃത. റീജ. അപ്പോൾ നിങ്ങളുടെ സംരംഭമാണിതല്ലേ? ഈ സംരംഭത്തിന്റെ പേരെന്താ? എയർ ഫുഡ് പ്രൊഡക്ട്സ്. അതിലരച്ച പരിപ്പോടെ അതിലരച്ച പരിപ്പോടെ ഇട്ടിട്ട് വേറെ ആയി പോകുന്നേ പോണോ, ചായയും കൊണ്ട് ഓടി പോണോ. അപ്പൊ ഹാപ്പി ഓണം പറഞ്ഞു. ഹാപ്പി ഓണം. ഇതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കണേയാണോ? അല്ല ഇപ്പൊ മൊബൈലും വിൽക്കണുണ്ടോന്ന് അറിയില്ലോ. ഇതാരാണ് ഈ ചെടിയുടെ ആളാരാ? ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ. നോമിന് ചെടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അതെ, സന്തോഷം എന്ന് പറഞ്ഞാൽ പൂക്കൾ എന്ന് പറഞ്ഞാൽ സന്തോഷമാണല്ലോ. പൂക്കൾ എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. കാരണം നമ്മുടെ ഈ വർഷം നമുക്ക് നോക്കി അറിയാം, ഓരോ വർഷം ചെല്ലുന്തോറും നമ്മുടെ ഈ പൂക്കളത്തിൽ നിന്ന് പൂക്കളൊക്കെ മാറിക്കൊണ്ട് അന്യ സംസ്ഥാനത്ത് നിന്നൊക്കെ വന്നെന്നാ പറഞ്ഞേ. അപ്പൊ ഇതൊക്കെ സ്വന്തം പൂക്കളാണ്. ഇതെങ്ങനെ വീട്ടിലാണോ? വീട്ടിലും പൂവുണ്ടാവും. നമ്മള് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, മക്കളുടെ പോലെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൂ. എന്റെ പേരെന്താണ്? ലിഷ. ഇത് ഈ പൂക്കളോടുള്ള ചെടികളോടുള്ള സ്നേഹം എത്ര നാളായി? അതെ, അത് ജനിച്ചപ്പോ മുതൽ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അതാണ് അതിന്റെ കാര്യം. അപ്പോൾ ഇത് എന്താണ് നമ്മുടെ ഗാർഡൻ ഗേറ്റ്, പല്ലിശ്ശേരി ഗാർഡൻ ഗേറ്റ് നഴ്സറി. വീട്ടിൽ തന്നെ നമ്മൾ ചെടികളെ കുട്ടി ചെടികളൊക്കെ ഉണ്ടാക്കണു. നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കണു. കണ്ടോ, ഇതെല്ലാം നിങ്ങളുടെ ചെടികളാണല്ലേ? സ്വന്തം മക്കൾ തന്നെയാ. അപ്പോൾ ഇതും ഒരു സ്നേഹമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടോ, അതേ എന്ത് ഭംഗിയുള്ള അല്ലേ മൊസാണ്ട അല്ലേ? പാതാളത്തിലെ മൊസാണ്ട എന്നാ പറയണേ. ഇവിടെയോ? അതെ, മൊസാണ്ട തന്നെ എവിടെയും പറയണേ. എല്ലായിടത്തും ഒരേ പേര് തന്നെയാ. അപ്പോൾ വേറൊരു ചെടിക്കാരി നിൽക്കണു. ഈ ചെടിക്കാരിയുടെ പേരെന്താ? ഫ്രൻസി. എത്ര നാളായി? 2 കൊല്ലം. 2 കൊല്ലം. എവിടെ? ഭയങ്കര വെറൈറ്റി സംഭവങ്ങളൊക്കെ ആണല്ലോ അല്ലേ? ചെടികളൊക്കെ മാറി, പൂക്കളൊക്കെ മാറി, ഇപ്പം ഇലകളുള്ള ചെടികൾക്കാണ് പ്രാധാന്യം. അതെന്താ അങ്ങനെ? കൊഴിഞ്ഞു പോകില്ല, ഇലയാകുമ്പോ കൊഴിഞ്ഞു പോകില്ല. ഇങ്ങനെ ഓ കണ്ടോ, എന്താ അല്ലേ? പൂവാകുമ്പോൾ കൊഴിഞ്ഞു പോവും, ഇലയാകുമ്പോൾ അങ്ങനെ കൊഴിയില്ലോന്ന്. അപ്പോൾ അതിലും ഉണ്ട് അല്ലേ? അപ്പോൾ ഹാപ്പി ഓണം. ഓണം എങ്ങനെ വീട്ടിലാഘോഷം? അടിപൊളി. ഉഷാറാവട്ടെ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കണു. ഇതിൽ നാഥനില്ലേ? നീയാണോ നാഥൻ? ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ. എന്താ പേര്? അശ്വന്ത്. പഠിക്കുവാണോ? ഇത് ആരൊക്കെ ഇതിന്റെ ആൾക്കാര്? അമ്മ എന്തിയേ? തൃശ്ശൂർ പോയി. മിടുക്കൻ. പഠിക്കണേന്റെ ഒപ്പം തന്നെ കേട്ടോ. സന്തോഷമായിരിക്കട്ടെ. ഇതെന്താ സംഭവം? സാമ്പാർ പൊടി. ഇത് വീട്ടിൽ തന്നെയാണോ ഇതിന്റെ പരിപാടിയൊക്കെ? അച്ചമ്മയാണ്. അപ്പൊ മോൻ ഇതിന്റെ കൂടെ ഒക്കെ എല്ലാം സഹായിക്കുവോ? അപ്പൊ നല്ല കാര്യമാണ്. പഠിക്കണേന്റെ ഒപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതെന്ത് സംഭവം ഈ കറുത്തിട്ടിരിക്കണത്? ഇത് വെളിച്ചെണ്ണ. എന്ത് വെളിച്ചെണ്ണ? തലയിൽ തേക്കണ വെളിച്ചെണ്ണ. മുഖത്തേക്കണല്ല. അപ്പോ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇതെന്താ സംഭവം? ഞാനല്ല എൻ്റെ ആള് കേട്ടാ. നിങ്ങൾ തന്നെയാ? ഇതെന്താ കൊടംപുളിയോ? കൊടംപുളിയാണോ ഇത്? വീട്ടിലുണ്ടാവണയാണോ? അപ്പൊ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ആർക്ക് കുഴപ്പമില്ല? കുഴപ്പമില്ല. ആർക്ക്? അങ്ങനെ പറയേ. പേരെന്താ? ബിന്ദു. ബിന്ദു. സ്ഥലം എവിടെയാ? വല്ലച്ചിറ. ജയറി. ഫോട്ടോ എടുക്കാലോ. അതിനിപ്പോ എന്താ കുഴപ്പം? രജനി. അപ്പോ എന്തായി, എത്ര നാളായി നിങ്ങൾ ഈ പരിപാടിയൊക്കെ? 1 വർഷം. ഉഷാറാണോ? ഇത് വിൽക്കാൻ വെച്ചേക്കണേയാണോ? ഇതും വിൽക്കാൻ വെച്ചേക്കണതാണോ? 4 പൂവാ? ഒക്കെ ചെലവാവണം. എന്താ സംഭവം? ഇത് സോപ്പും പൊടി. എന്താ പേര്? വള്ളിയമ്മ. വള്ളിയമ്മ. ഈ സോപ്പ് പൊടി മാത്രമേ ഉള്ളൂ? വേറൊരു കാര്യമുണ്ട്, കാണിച്ചു തരാട്ടോ. നമ്മള് ഒരു സ്ഥലത്തും കിട്ടാത്ത സംഭവമാണ് ചൂല്. ഇതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. ഒരെണ്ണം മേടിക്കാല്ലേ? ചൂല് മേടിക്കാൻ ആൾക്കാരുണ്ടോ? ചെലവായിണ്ട്. അതൊക്കെയാണ് ഓണത്തിന്റെ സമൃദ്ധി. ഇവിടെ പപ്പടത്തിന്റെ ആൾക്കാരായിരിക്കാ? ഇതെങ്ങനെ വെളിച്ചെണ്ണ പൊങ്ങോ? നല്ല പപ്പടാണോ? പാതാളത്തിലേക്ക് കൊണ്ടുപോയി തീരില്ലേ? ഇതിപ്പോ നോമിപ്പോ ഓരോ പഞ്ചായത്തുകൾ കയറി വിഭവസമൃദ്ധമായി സദ്യ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതേ ചേർപ്പ് കഴിഞ്ഞോളൂ. ഇവിടെ വല്ലതും തരാനുണ്ടോ? ഒന്നും തരാനില്ല. സാമ്പാർ പൊടി ഉണ്ട് അല്ലേ?
അപ്പൊ ഇത് ഇപ്പൊ പേരെന്ന് പറഞ്ഞേ? വർഷ, സരസ, ആരതി, നവനി, രണ്ടുപേരോട് ഒരു പാട്ട് പഠിക്കേ, നമ്മൾ കേൾക്കട്ടെ. നെഞ്ചൊടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചാഞ്ഞുറക്കാൻ മതിയാം രാഗമില്ല, ഞാനാ പൂമരത്തിൽ കരയും കുഞ്ഞൂട്ടേ, മെല്ലെ പൂവിടു നീ വസന്തം കാത്തിരിപ്പു. ഈ സന്തോഷമായിരിക്കണോ? പാട്ട് പഠിക്കണ്ടോ? ഇല്ല, പാട്ട് പഠിക്കണം. അപ്പോൾ ഉഷാറാവട്ടെ കച്ചവടമൊക്കെ. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, അവലോസ് പൊടി, പിന്നെന്ത് പൊടിയാ? ശർക്കരയുണ്ട്, പിന്നെ കായ വറുത്തത്, ശർക്കര വരട്ടി. ഇത് വീട്ടിൽ തന്നെയാണോ ഇതിന്റെ പരിപാടി? ഞങ്ങൾ മില്ലുണ്ട്, മില്ലിൽ ഞങ്ങൾ തന്നെ പൊടിപ്പിക്കുന്നത്. നല്ല കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ പലതും വരും. ഇതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലികളിൽ അല്ലേ, സ്ത്രീകളെ സംബന്ധിച്ച് നല്ല രസമുള്ള പരിപാടിയാണ്. എത്ര നാളായി ഈ പരിപാടി? 4 വർഷമായി. 4 വർഷം. എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടോ? നല്ലതുണ്ട്. ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. അപ്പോൾ ഒരു 2 പേരിങ്ങനെ കാത്ത അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, കണക്കുകൾ കാര്യങ്ങളൊക്കെ. എന്താ പേര്? എൻ്റെ പേര് പ്രേമ. അതിന്റെ ആരാണോ? ഓളിനോളാണോ? ഞാൻ ക്യാൻറ്റീനിലത്തെ ക്യാൻറ്റീനിലത്തെ ആളാണ്. ചായ കൊണ്ടുവന്നാണോ? നോമിനി ചായ കൊണ്ടുവന്നാണോ? നോമിനി ചായ കൊണ്ടുവന്നത്. എങ്ങനെയുണ്ട്? കണക്കൊക്കെ മുട്ടണുണ്ടോ? മുട്ടണുണ്ട്. എഴുതി കൂട്ടണമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. 5 5 എത്രയാ? 10. 10 15 അല്ലല്ലോ. എന്താ പേര്? മൃദുല. സ്ഥലം എവിടെയാ? ഊരകം. പത്മപ്രിയ, ഊരകം. പൂച്ചിരിപ്പാട്, ശീതൾ. കഴിഞ്ഞ പ്രാവശ്യം കണ്ട പോലെ തന്നെയാണല്ലോ, ഒരു മാറ്റമില്ലല്ലോ. ഈ ചിരി നോക്കിക്കേ, കഴിഞ്ഞ പ്രാവശ്യം അതേ മുഖം, അതേ ചിരി. ക്ഷീണിച്ചു വരുവാണോ? അതേ പ്രായം കുറഞ്ഞു വരുവാണോ? ഞങ്ങളുടെ അക്കൗണ്ടന്റ്. അതെനിക്കറിയാലോ, നോം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കണ്ടാണേ. നോമിന് ഓർക്കണ്ടോ? ആർക്കും ഓർമ്മയുണ്ട്? ഞങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആളത്തിന് വണ്ണയൊക്കെ വെച്ചല്ലോ. ആള് അങ്ങനെ തന്നെ. അപ്പൊ നോമിന് എന്താ ഓർമ്മയാന്ന് നോക്കി അല്ലേ? അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ഹാപ്പി ഓണം. കാര്യങ്ങളൊക്കെ പോട്ടെ. ഇത് എന്തായാലും നല്ലൊരു കാര്യമാണ്. ഇവരിങ്ങനെ ഈ പ്രാവശ്യം കുറേ പേരുണ്ട് അല്ലേ സ്റ്റാളുകൾ? കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുണ്ടായിരുന്നുള്ളൂ. കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഹാപ്പി ഓണം കൊടുത്ത് അങ്ങോട്ട് എല്ലാവരും കൂടെ. ഹാപ്പി ഓണം. അപ്പോൾ നോമിങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാണ്ട് അപ്പുറത്ത് പച്ചക്കറി ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാലോ. അപ്പോൾ ഈ വല്ലച്ചറക്കാർക്ക് ഓണം ആഘോഷിക്കാനായിട്ട് മിതമായ നിരക്കിൽ പച്ചക്കറിയൊക്കെയാണ് ഇവിടുത്തെ കർഷകരുടെ പച്ചക്കറി തന്നെയാണെന്ന് ചോദിച്ചു നോക്കട്ടെ. ഇത് ഇവിടെയുള്ള പച്ചക്കറി തന്നെയാണോ? അതെ, ഇവിടുത്തെ ഉണ്ട്, നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉണ്ട്. നല്ല കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിക്കൊക്കെ തീ പൊള്ളുന്ന വിലയാണെന്നാണ് നോം അറിഞ്ഞത്. അപ്പോൾ കർഷകരിൽ നിന്നും കൂടിയ വിലയ്ക്ക് വാങ്ങിയിട്ട് 30% കുറച്ചിട്ടാണ് നമ്മൾ വിൽപ്പന ചെയ്യുന്നത്. നല്ല കാര്യം കേട്ടോ. ഇത് എല്ലാ വർഷവും ഉള്ളതാണല്ലോ അല്ലേ? എല്ലാ വർഷവും. എന്താ പേര്? വേണുഗോപാൽ സാറിന്റെ നേതൃത്വത്തിലാണോ ഇതെല്ലാം? ഇവിടെ കൃഷി ഓഫീസർ ഉണ്ട്. ഇപ്പോൾ ചെറുപ്പിൽ പോയിരിക്കുകയാണ്. അപ്പൊ നോക്കട്ടെ, പേരെന്താ? ADC മെമ്പർ അവിടുത്തെ. എങ്ങനെയുണ്ട് കച്ചവടം? അടിപൊളിയാ. നാളെയും കൂടി ഉണ്ട്. നാളെ ഇപ്പൊ ഉത്രാടായിരിക്കൂലേ? ഉത്രാട പച്ചലാണ്. എന്താ പേര്? വിനേഷ്. കർഷകനാണ്. വീട്ടിൽ എന്തൊക്കെയാ കൃഷിയുള്ളേ? വാഴ, പച്ചക്കറി എല്ലാം ഉണ്ട്. ഏത് വാഴയാ? നെടുനേന്ത്രനാണോ അതെയോ ചെങ്ങാലിക്കോട്ടനാണോ? പച്ചക്കറി. നമ്മൾ പച്ചക്കറി കൃഷി ചെയ്ത് ഇവിടെ ചന്തയിൽ കൊണ്ടുവെക്കുന്ന ആളാണ്. പയറൊക്കെ ഉണ്ടോ? പയറുണ്ട്, ചേന, ചെറുവക എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ പ്രാവശ്യം മെച്ചായോ? ഈ സാധനം വടുകപ്പുളി, നാരങ്ങ നല്ല ചെലവുണ്ടായി. പിന്നെ പയറ് അതൊക്കെ ഉണ്ടായി. ചേന ചെലവ് അടിപൊളിയാണപ്പോ. കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? ഓണാഘോഷിക്കാനുള്ള കാശ് കിട്ടി? ഓണാഘോഷിക്കാനുള്ള കാശുണ്ട്. അത് ഇപ്പൊ ഇത് ഇവിടുന്ന് ഇറങ്ങിയതൊക്കെ ചെലവാകും ചെയ്യും. അങ്ങനെ ചെലവാക്കണ്ട. എങ്ങനെയുണ്ട്? ഞാൻ കൃഷി സ്റ്റാഫാണ്. ഉഷാറാണല്ലോ അല്ലേ? നമസ്കാരമുണ്ട്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി. സ്ഥലം എവിടെയാ? ഇവിടെ കടലാശ്ശേരി. കണ്ടോ അതേ ഓണത്തില്ലേ? ഓണത്തിന് ഇതില്ലാതെ നമുക്ക് പറ്റില്ല. കാരണം എന്താ മണമല്ലേ? നാടൻ ഇനാണ്, നാടൻ. ഇത് നാടനല്ലേ? നാടൻ. പിന്നെ ഇങ്ങെടുത്തോളൂ. എന്തൊക്കെയാണ് ഐറ്റംസുകളെന്നൊന്ന് അറിയട്ടെ. ഈ വർഷം ഇതിപ്പോ നമ്മൾ ഈ പ്രോഡക്റ്റ് ഒക്കെ പരിചയപ്പെടുത്താണ്. നമ്മുടെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്നല്ലേ? അതെ, ഗവൺമെന്റിന്റെ തന്നെയാണ് കേരള അഗ്രോ പ്രോഡക്ട്സ്. ഇതെന്താ ചേനപ്രഥമനാണയോ? വ്യത്യസ്തമാണല്ലോ, ഭയങ്കര വ്യത്യസ്ത സാധനങ്ങളൊക്കെ അല്ലേ? ഇത് കൂവപ്പൊടിയാണ്. പിന്നെ ഇത് സ്ക്വാഷ് ആണ്. ഇതൊക്കെ ഗവൺമെന്റിന്റെയാണ്. അതെ. ഇത് കോക്കനട്ട് ചിപ്സ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ അച്ചാറ്, അങ്ങനെ കുറെ ഐറ്റംസ്. ഇതൊക്കെ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല കാര്യമാണ് കേട്ടോ. അപ്പൊ എന്തായാലും സന്തോഷമായിരിക്കുന്നു. നോമിനെ വിറ്റ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടം പെട്ടെന്ന് കഴിഞ്ഞു. അതാണ് തീർന്നു. നാളെ ഉണ്ടായിരിക്കും. നോം വരുമ്പോ ചേന കാണാനില്ല, മത്തങ്ങ കാണാനില്ല. എന്താ പേര്? ദിലീപ്. വലിയ കുറിയൊക്കെയാണല്ലോ. ഭക്തനാണ്. അതുകൊണ്ട് ചേർത്ത് പിടിക്കാം. ഓണം എവിടം വരെയായി?
പിന്നെ വന്നുകൊണ്ടിരിക്കുന്നു. വീട്ടിലായിരിക്കുള്ളേ? ആകെ ഒരാളും ഞാനും വൈഫും. അപ്പൊ പിന്നെ എങ്ങനെ ഓണം ആഘോഷിക്കണത്? ആഘോഷിക്കുന്നില്ലല്ലോ. ആഘോഷിക്കാതിരിക്കരുത്. അപ്പൊ ആഘോഷിക്കും. ആഘോഷിക്കണം. അപ്പോ സന്തോഷമായിരിക്കണോ? കണ്ടോ കണ്ടോ, ഇതാണ് ഓണത്തിന്റെ സദ്യ ഒരുക്കാനായിട്ട് കായ്ക്കൊല. ഓ, നോമന്ന് എടുത്തു നോക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് ഏതാ ഇനം? നെടുനേന്ത്രനാണ് കേട്ടോ. ഇതിപ്പോ എന്താ കിലോയ്ക്ക് വില? 40 രൂപയുള്ളൂ. പുറത്തൊക്കെ ആണെങ്കിൽ തീ പൊള്ളുന്ന വിലയാണ്. അപ്പോ കണ്ടോ, ഇത് വെറും 40 രൂപയ്ക്ക് കിട്ടുമെന്ന്. അപ്പോ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. എല്ലാം ഭംഗിയായി തീരട്ടെ. 20 കിലോനൊക്കെ ആയിരുന്നു ഇവിടെ കൊല. 20-25 കിലോ വരെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ വല്ലച്ചിറയുടെ പ്രത്യേകത. ഒക്കെ കൃഷിക്കാരാണ്. അപ്പോ സന്തോഷത്തെ കൈയടിക്കണു. അപ്പോ നോമിനെ സന്തോഷായി. ആള് ചെയ്യാത്ത കൃഷിയില്ല. ആള് ചെയ്യാത്ത കൃഷിയില്ല. അപ്പോ നിറഞ്ഞ സന്തോഷത്തോടുകൂടി നോം ഇങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണ്. ഇതാണ് കാർഷിക സംസ്കൃതിയുള്ള ഒരു നാടെന്ന് പറയുന്നത്. ഒരു ഹാപ്പി ഓണം കൊടുത്ത എല്ലാവരും. പാറാപ്പ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കണില്ല. കാരണം ഈ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ എവിടേക്ക് ഇങ്ങോട്ട് വാ ഉദ്യോഗസ്ഥരുടെ ഇടയിലും നല്ല ഗായകരൊക്കെ ഉണ്ട്. എന്താ നോം അറിഞ്ഞിരിക്കണു. പ്രത്യേകതയുള്ള പഞ്ചായത്താ. എത്ര 62 കൊല്ലായിട്ട് ഇവിടെ ഓണാഘോഷം നിർത്താണ്. അത് നോമിനറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ ഇടയിലും പാട്ടുകാരും കലാകാരന്മാരൊക്കെ ഉണ്ട്. നിൽക്കണു ഒരു പാട്ടുകാരൻ. ഒരു പാട്ടൊക്കെ പഠിക്കോ? പൂവിളി പൂവിളി പൊന്നോണമായി, പൂവിളി പൂവിളി പൊന്നോണമായി, പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. അപ്പോ സന്തോഷായിരിക്കും. ഇങ്ങോട്ട് വന്നേ, ചോദിക്കട്ടെ. ഇങ്ങോട്ട് വാ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇവിടെ എന്താ സംഭവം? ഇങ്ങോട്ട് വന്നേ. കേട്ടെ, പറഞ്ഞോ. അവിടേക്ക് പോയതാ. അപ്പൊ അവിടെ ഒരു ബഹളം. അപ്പൊ അങ്ങോട്ട് കേറി വന്ന ബഹളാണ്. ശരി, നന്നായി. നന്നായില്ലേ? ഇങ്ങനെയാണ് ഫോണ്. മാവേലിക്ക് എന്തൊരു മാറ്റം. മാവേലി സുന്ദരനായിട്ട് വരുവാണോ? അതാണോ? അല്ല, ഗ്ലാമർ കൂടി. എന്താ പറയാ അല്ലേ? ചില ആളുകൾക്കൊക്കെ വല്ലച്ചിറയിൽ കുശുംബികളും ഉണ്ട്. അത്ര ഒരു കുശുംബിയുടെ അടുത്താണ് നോം നിക്കണത്. അല്ലേ? മാവേലി അല്ലെ ഒരു കുശുംബിയുടെ പേരെന്താ? എന്റെ പേര് രാധിക. അങ്ങനെ കുശുമ്പൊന്നും വേണ്ട കേട്ടോ. എനിക്കറിയാലോ. അതുകൊണ്ടാണല്ലോ നോം വന്നത്. എങ്ങനെ പോണു ഈ പ്രാവശ്യത്തെ കാര്യങ്ങളൊക്കെ? ഓണാഘോഷം അടിപൊളിയായിട്ട്. കച്ചവടമൊക്കെ ഗംഭീരാണല്ലേ? അതെ. എന്തായാലും നല്ല കാര്യമാണ്. നമ്മൾ അവിടെ കുറേ പേരെ പരിചയപ്പെട്ടപ്പോൾ അവരൊക്കെ പറയുന്നത് വീടുകളിൽ വെറുതെ ഇരിക്കുന്ന കുറച്ച് അമ്മമാരുണ്ട്. ആ അമ്മമാർക്കൊക്കെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് നല്ലതെന്നാണ് പറയണത്. ഇത് നിർത്തരുത് കേട്ടോ. അടുത്ത വർഷം കുറേ ആളുകളെ സംഘടിപ്പിക്കുക. ഹാപ്പി ആണോ കൊടുത്തേ? ഹാപ്പി ആണോ? അപ്പൊ നോമിങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കടന്നു പോവുകയാണ്. അപ്പോൾ നമ്മിങ്ങനെ എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട് ആർപ്പൂർ വല്ലച്ചിറ പഞ്ചായത്തിലെ അവിടെ കൃഷിയുടെ ഒക്കെ കണ്ടു അല്ലേ? അവരെ കുടുംബശ്രീയുടെ കച്ചവടമൊക്കെ കണ്ടു. ഇപ്പോൾ പഞ്ചായത്തിൽ വന്നിട്ട് പഞ്ചായത്തങ്ങളെ കാണാണ്ട് പോകാറില്ല. പതിവ് ഇപ്പോൾ തെറ്റിക്കുന്നില്ല. ഈ പ്രാവശ്യം വരികയാണ്. നോമിനെ സ്വീകരിക്കാനായിട്ട് കണ്ടില്ലേ മനോഹരമായൊരു പൂക്കളൊക്കെ ആ പഞ്ചായത്തിൻ്റെ അംഗങ്ങളെല്ലാം ഇട്ടിരിക്കുകയാണ്. ഈ തിരക്കിൻ്റെ ഇടയിൽ ഇതൊക്കെ ഇടാനായിട്ടുള്ള സമയം കിട്ടണ എപ്പോഴാണെന്ന് അറിയില്ല. ചോദിക്കട്ടെ, ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ എങ്ങനെയാ? ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഓണത്തിന് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് എടുത്ത് അതിനുവേണ്ടി ഒരു ദിവസം കണ്ടെത്തിയിട്ട് ഇന്നലെ ആയിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം. അപ്പൊ ഞങ്ങൾ നേരത്തെ വന്ന് ഇന്നലെ വരണായിരുന്നു. അതന്നെ, അതാണ് കറക്റ്റ്. എന്താ ചെയ്യാ, ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ സമയം കിട്ടണ്ടേ? എന്റെ പേര് ഇന്ദുലേഖ. നമ്മൾ വരാതെ പോയില്ല. വല്ലച്ചിറ പഞ്ചായത്തിൽ വരാതെ നമ്മൾ പോവാറില്ല. കാരണം വല്ലച്ചിറ എന്ന് പറഞ്ഞാൽ ഓണാഘോഷത്തിന് പേര് കേട്ട പ്രസിദ്ധമായ സ്ഥലമാണ്. ഓണാഘോഷം എവിടെ സ്ഥലം എവിടെയാ? എന്റെ വീട് ആറാട്ടുപുഴ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണം എങ്ങനെയാ? നന്നായിരിക്കുന്നു. ഉഷാറല്ലേ? പ്രാവശ്യം വല്ല പ്രത്യേകതയുണ്ടോ? ഇല്ല. എല്ലാവരും കൂടെ ഒരുമിച്ച്. ഒരു സാറൊക്കെ കാത്തു വെക്കണോ? എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. മാവേലി ഞങ്ങളെ കാണാൻ വന്നില്ല. അതീവ സന്തുഷ്ടയാണ്. വല്ലച്ചിറ വരാതെ നമ്മൾ പോവാറില്ല. കാരണം ഇവിടെ വന്ന് നിങ്ങളുടെയൊക്കെ കണ്ടു കിട്ടുന്ന ഒരു സന്തോഷം വേറെയാണേ. ഇവിടെ കച്ചവടമൊക്കെ പൊടി പിടിക്കുവാണല്ലോ. കുടുംബശ്രീ ഉണ്ട്, പിന്നെ കൃഷിഭവൻ്റെ ഉണ്ട്. എല്ലാവർക്കും മാവേലി വരണ കാരണം വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കണ്ടേ? അതാണ് അതിന് വേണ്ടേ കേട്ടോ.
അപ്പോൾ വീട്ടിൽ ഉഷാറല്ലേ? ആ വീട്ടില് ഇരട്ടി ഉഷാറ്. ആരൊക്കെയുള്ളേ? മക്കളുണ്ട്, ചെറുമക്കളുണ്ട്. ഇവർക്കൊക്കെ സദ്യ എപ്പോൾ ഒരുക്കും? സദ്യ ഒക്കെ നമ്മളെല്ലാരും കൂടി അങ്ങോട്ട് ഒരുക്കണം. അല്ല പിന്നെ ഈ സാറേ പാട്ടുകാരൻ പാട്ടുകാരില്ലേ? പാട്ടുകാരൻ ഒരാളുണ്ടായിരുന്നല്ലോ. ഇങ്ങനെയായിരുന്നു പാട്ട്. നോമനെ ഓർക്കണ്ട, അതുകൊണ്ടാ. പേര് രഞ്ജിത്ത്. എവിടെ സ്ഥലം? മൂർക്കനിക്കര. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ? വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഇവിടെ എല്ലാരും ഉഷാറാണോ? കഴിഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ പോലെ അതുകൊണ്ടാണ്. അങ്ങനെയല്ല, അവണിശ്ശേരിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ആയിരുന്നു. കണ്ടോ? അപ്പൊ എന്തായാലും അവണിശ്ശേരിന്ന് നേരെ വല്ലച്ചിറക്കി. അധികം ദൂരം ഉണ്ടോ? അത് 10 മിനിറ്റ്. സാരില്ല. സ്വാഗതം. ഇങ്ങനെ നോക്കണേ, നോം ഇങ്ങനെ വരില്ലേ? ഞങ്ങളുടെ ലോകത്തിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും. കാരണം മാവേലിക്ക് അവിടെ സുഖാണോ? അവിടെ പരമാനന്ദാണ്. പക്ഷേ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നോമിന് വലിയ വിഷമമുണ്ട്. കാലം അങ്ങോട്ട് മാറിയില്ലേ? 2025 തുടക്കത്തിൽ നമ്മുടെ സാംസ്കാരിക നഗരിയിൽ 14 വയസ്സുള്ള ഒരുത്തൻ 34 വയസ്സുകാരൻ്റെ പള്ളക്കെട്ടൊന്ന് കയറ്റിയെന്ന് കേട്ടെ. അവിടെ നിന്ന് ഇല്ലേ? ശരിയില്ലേ? അവിടെ നിന്ന് അങ്ങോട്ട് കേട്ടിട്ട് എത്രയാ? 6 മണി. പിന്നെ നമുക്ക് അവിടെ നെറ്റ് കവറേജ് ഉണ്ടല്ലോ. ഇവിടെ നല്ല ശാന്ത സുന്ദരമായ സ്ഥലം. നാടകത്തിന്റെ സ്വന്തം നാട് വല്ലച്ചിറ. എങ്ങനെ പോണു കാര്യങ്ങള്? ഓണാഘോഷത്തിന് വന്നോളൂ. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് വീട്ടിൽ ഓണാഘോഷം? സൂപ്പർ. വീട്ടിലായിരിക്കും ഈ പ്രാവശ്യം ഉള്ളേ? മക്കളൊക്കെ? ഒരു മോനും. കൂടെ ഉണ്ടോ? ഉണ്ട്. എല്ലാരും കൂടെ. ഏത് പായസാണ്? ഓർഡർ കൊടുക്കണോ? അല്ല, ഓർഡർ കൊടുക്കണോ? അല്ല, ഓർഡർ കൊടുക്കരുത്. വീട്ടിലുണ്ടായിക്കോളണം. ഞങ്ങളുടെ ഓർഡറേ അവിടെ നിൽക്കാം. പേര് പറഞ്ഞോ? സിന്ധു. ഇവിടെ ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഞാൻ സീനിയർ ക്ലർക്കാണ്. സീനിയറാണ്. സീനിയറായിട്ടാണ് ഓടാൻ പോണേ. അപ്പോ വീട്ടിലായിരിക്കുള്ളേ? എല്ലാവരും ഉണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കണു. ഓണത്തിന് വല്ല പരിപാടി ഉണ്ടോ? ടൂറോ അങ്ങനെ വല്ല പരിപാടി? ഇല്ല, വീട്ടിൽ തന്നെ. ശരി. സ്ഥലം എവിടെയാ? ഇവിടെ വല്ലച്ചിറ. ഉഷാറല്ലേ ഓണൊക്കെ? കല്യാണമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞോ? അല്ല ചോദിക്കണ്ടേ. വിഘ്നേഷ് കല്യാണം കഴിഞ്ഞോ? ലീഗ് നമുക്ക് ആലോചിക്കാൻ വേണ്ടിട്ടാണ്. എങ്ങനെയുണ്ട്? ഉഷാറാണോ വീട്ടില്? ഈ ഓണത്തിന് എന്താ പരിപാടി? ഓണാഘോഷം കാണണം. വല്ലച്ചിറ തന്നെ ഓണാഘോഷം. നാടകം കളിക്കാറുണ്ടോ? ഇല്ല. ക്ലബിലില്ല അല്ലേ? നിങ്ങൾ ക്ലബ് ഇറങ്ങണില്ല. അതെന്താ പറ്റിയേ? അതാണ്, കുറച്ച് കാശ് അധികം വേണമായി. അപ്പൊ അവിടെ 2 പേരുണ്ടായിരുന്നല്ലോ. അവർ ഓടിപ്പോയോ? ഓടരുത്. നോമിനെ ഓടിക്കാൻ പാടില്ല. ഇങ്ങോട്ട് വരിക. തലയെ കൈ വെച്ചേക്കണു. അപ്പോ നമസ്കാരം. ഉണ്ടായി. എന്ത് നല്ല കുണുക്കൻ. നോക്കി കണ്ടോ? അത് ഇങ്ങനെ കാണിച്ചേ. കണ്ടോ? ആറാണ്ടോ? ഇത് എവിടെന്നാ വാങ്ങണേ? കടയിന്ന്. നന്നായിണ്ട് കേട്ടോ. നോമിന്റെ കുണുക്കൻ അത്ര പോരാ. മാറ്റാറായി ഇല്ലേ? അല്ലേ? മാറ്റാറായി. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇവിടെ നന്നായി പോണു. വീട്ടിലായിരിക്കുള്ളേ? വീട്ടിൽ 2 കുട്ടികൾ. ഓണം ആഘോഷിക്കാനായിട്ട് എപ്പോ പാചകത്തിനായിട്ട് അടുക്കളയിൽ കയറും? ഇന്ന് മുതൽ പോകണം. ഇന്ന് മുതൽ കയറി തുടങ്ങാം. പാചകം പച്ചക്കറിയൊക്കെ അച്ചാറൊക്കെ കഴിഞ്ഞോ? അത് കഴിഞ്ഞു. അപ്പോൾ ഇതിലാരെങ്കിലും ഒക്കെ കണ്ടിട്ട് 2 പാട്ട് പാടിത്തരാം. ഇവിടെ വരെ വന്നിട്ട് ഇങ്ങോട്ട് വാ ചോദിക്കട്ടെ. മുന്നോട്ട് വന്നോ. നമുക്ക് വേണ്ടിയിട്ട് ഒരു മനോഹരം. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണം കേട്ടോ. മൈക്ക് പിടിച്ചോളൂ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കും ഒട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഒന്നുപോലെ എന്ന് പറഞ്ഞത് ഒന്നല്ല, തസ്ലിം ബ്യൂട്ടികളല്ലേ ഉദ്ദേശിച്ചത്. മൊത്തത്തിൽ നമ്മളെല്ലാരും ഒന്നുപോലെ. അപ്പോ വല്ലച്ചിറ ഇങ്ങോട്ട് സംശയമൊക്കെ ചോദിച്ചോളൂ. ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിച്ചാല് കള്ളത്തരങ്ങൾ എങ്ങനെയാ? അതേ ഉള്ളൂ. അതൊക്കെ മാറണം അല്ലേ? പാട്ട് മാറണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ ചിന്താഗതികളൊക്കെ ഒന്ന് മാറണം. പരസ്പരം ഒന്ന് സ്നേഹിക്കണം. കാണുമ്പോൾ ഒന്ന് ചിരിക്കണം. ഇതിപ്പോൾ ആർക്കും സമയമില്ല. പണ്ടത്തെ കാലത്ത് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു പ്ലാത്തേന്ന് നിന്ന് ഒരു ചക്ക കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നടുവേ മുറിക്കും ഇല്ലേ? എന്നിട്ട് ഒരു കഷ്ണം അപ്പുറത്തെ വീട്ടുകാർക്ക് കൊടുത്തിട്ട് പറയും, ഇത് നീ പഴിപ്പിച്ചോ, ഈ ഒരു കഷ്ണം ഞാൻ കൂട്ടാൻ വെക്കാന്ന്. എന്നിട്ട് എന്ത് ചെയ്യും? ആ കൂട്ടാൻ വെക്കണത് അപ്പുറത്ത് കൊടുക്കും. എന്നിട്ട് പഴുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇപ്പോ എങ്ങനെയാ? ചക്ക എന്ത് പ്ലാത്തേ കിടന്നിട്ട് കൊടുക്കോ ഇല്ല? അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്നും പരാതി. അപ്പുറത്തെ പ്ലാത്തിലെ ചക്ക ഞങ്ങളുടെ പറമ്പിലേക്ക് വീണു, മരം ചാഞ്ഞു. പരാതി തന്നെയാ. ഓടിക്കോ, ഇവിടെ നിന്ന് നിൽക്കേണ്ട ആൾക്കാരല്ലാന്ന്. എന്തായാലും കാലഘട്ടം മാറുവാണ്. മനുഷ്യന്റെ ചിന്താഗതിയും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അത് മാറണം. വലിയ മനോഹരമായ കാഴ്ചപ്പാടൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരട്ടെ. അപ്പോൾ ഒരു ഹാപ്പി ഓണം കൊടുത്തേ.
ആർപ്പോ ഇറോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ. ഇതാടാ നോം വന്നിരിക്കുന്നു. നോം വന്നു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എങ്ങനെയാണ് ഓണാഘോഷം? എങ്ങനെ ഓണാഘോഷം ഒന്നും കുഴപ്പമില്ല. സന്തോഷല്ലേ? അതെ. അപ്പോൾ ഇതാ ഇവരുണ്ടോ വൈകുന്നേരങ്ങളിൽ തായംകുളങ്ങരയിൽ ലഹരി ഉപേക്ഷിക്കുക, നാടിനെ രക്ഷിക്കുക. നല്ല കാര്യമാണ്, അതാണ് കാര്യം. അപ്പോൾ ഇവരെ നല്ല ഒന്ന് കളിച്ചു നോക്കാം. അപ്പോൾ കളിച്ചോളുക. അപ്പോൾ നോമ വൈകുന്നേരങ്ങളിൽ നല്ല രസമാണ് ഇവിടെ വന്നിരുന്നിട്ടില്ലേ, നല്ല പരിപാടിയല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോ. ഓണം പൂരാടാണ്. അങ്ങാടിയിൽ മുഴുവൻ ഭയങ്കര തിരക്കാണ്. ചന്തയിലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും തായംകുളങ്ങര സെൻറ്ററിലും ഒക്കെ ജനങ്ങളുടെ ഭയങ്കര തിരക്കും ഇതൊക്കെയാണ്. പിന്നെ എല്ലാവരും ഓണത്തിനുള്ള ഒരുക്കത്തിലാണ്. വീട്ടില് അതികേമായിട്ടുള്ള ഓണാണ്. വീട്ടില് വൈഫുണ്ട്, 3 പിള്ളേരുണ്ട്. അവരൊക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് പോണു. ഉത്രാടപ്പൂ നിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂ നിലാവേവാ. സന്തോഷമായിരിക്കണു. അപ്പോൾ മനസ്സ് നിറഞ്ഞിട്ടാണ് തായംകുളങ്ങരയിൽ നിന്ന് നോമിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വേറൊരു കളിയുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഒരു എണ്ണോടെ മാവേലി തോറ്റു. അയ്യോ മാവേലി തോറ്റു. വെള്ളിട്ടിട്ട് പോയേക്കാം, സാരിയില്ല. അപ്പോ സന്തോഷം അവിടെ. ഹാപ്പി ഓണം. അല്ല പിന്നെ നോം ഇതിലും കൂടുതൽ ശരിയാക്കിയേക്കണം. പിന്നെയാണോ? ഹാപ്പി ഓണം. അപ്പൊ ഹാപ്പി ഓണം. അപ്പോ നമ്മങ്ങനെ പോവാണ്. അവിടെ കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട്. ഹാപ്പി ഓണം. അപ്പോൾ സന്തോഷമായിട്ട് നമ്മിങ്ങനെ പോകുന്നു. അവിടെ ഫുട്ബോൾ കളിക്കാരൊക്കെ ഉണ്ട്. തട്ടുക കംപ്ലീറ്റ് കളികളാണല്ലേ? അതാണ്. എങ്ങനെയുണ്ട്? മാവേലിനെ ക്ഷണിക്കുന്നു അടുത്തായിട്ട് ആശംസ അറിയിക്കുന്നതിനായിട്ട്. അപ്പൊ സുജീഷ് ആരെ വിളിക്കണേ? ഇല്ല, ഞാൻ ആശംസ പറയാനാണ്. അതാണ് ആശംസ. എന്താണ് സംഭവം എന്ന് നോമിനെന്ന് അറിയണല്ലോ. മാത്രമേ ഉള്ളൂ. എന്താ സംഭവം? ഞങ്ങളിവിടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ്. വെരി ഗുഡ്. പോലീസിനും എക്സൈസിനും അതുപോലെ തന്നെ മിലിറ്ററിക്കൊക്കെ വേണ്ടിയിട്ട് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ ഫിസിക്കലിന് ഭാഗമായിട്ട് ഇന്ന് ഓണാഘോഷമാണല്ലോ നമ്മുടെ. അപ്പോൾ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പ് ഇവിടെ. നല്ലത്. എന്താ പേരെന്താണ്? എൻ്റെ പേര് സുജീഷ് എന്നാണ്. സുജീഷ് എന്താ ചെയ്യണേ ഇപ്പോൾ? അല്ല, ഞാനിവിടെ കമ്പ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യും. സന്തോഷം. എന്താ പേര്? കൃഷ്ണ. ഇവിടെ സ്ഥലം? ചേർപ്പ്. ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ട് വന്നാലും നോം അങ്ങോട്ട് തന്നെ വരും. ഓടിയിട്ട് ഒരു കാര്യമില്ല. പേരെന്താ? അബിത. സ്ഥലം എവിടെയാ? ഇരിങ്ങാലക്കുട. അവിടെ നിന്നാ പോരായിരുന്നോ? പേര് പറഞ്ഞോളൂ. അക്ഷയ. സ്ഥലം എവിടെയാ? ചെറുവത്തേരി. മുരളീധരൻ. ഈ ഫ്യൂച്ചർ അക്കാദമി എന്ന് പറഞ്ഞൊരു അക്കാദമി നടത്തുന്നുണ്ട്. ഫിസിക്കൽ ട്രെയിനറാണ്. 10-25 വർഷമായിട്ട് നടത്തുന്നതാണ് ചേർപ്പിൽ. അപ്പോൾ അതുകൊണ്ടാണ് മറ്റ് ഈ ജില്ലകളിലെ പല സ്ഥലത്തുനിന്നും ഇങ്ങോട്ട് വരുന്നുണ്ട് കുട്ടി. ഞാൻ മാഷാണ്. നല്ല കാര്യം കേട്ടോ. വളരെ സന്തോഷം. ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യം. എന്താ പേര്? എൻ്റെ പേര് സുജിൽ. ചെറുക്കിലാണ് വീട്ടല്ലേ? എന്താ ചെയ്യണേ? PSC പഠനക്കായിട്ട്. പേര്? ഗോകുൽ. അക്കൗണ്ടന്റ്. അപ്പോൾ അതാ നല്ലൊരു ടീമിനെ കണ്ടു. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വന്നിരുന്നല്ലേ. കാര്യം എത്രയൊക്കെയാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് സമാധാനം. നിങ്ങൾ ഒരുപാട് തിരക്കുള്ള ആളുകളാണ്. എങ്കിലും പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടുക നിങ്ങൾ ചെയ്യുന്ന നാടിന് ഏറ്റവും നന്മയുള്ളൊരു കാര്യമാണ്. ഒരു ഹാപ്പി ഓണം കൊടുത്തേ. ഹാപ്പി ഓണം. അപ്പോൾ ഇതിലാരോ ഒരു പാട്ട് പാടാൻ അറിയുന്ന ആരോ ഉള്ളേ? അവിടെ ഗോകുൽ. ഇവിടെ 2 പേര് ഇങ്ങോട്ട് വരിക. ഗോകുലേ, എന്താ ഇങ്ങനെ ഒരു അവസരം നോമ്പ് വന്നിട്ടെന്നോ അല്ലേ? ഒരു കൈയടിച്ചേ ഗോകുലിനെ. അറിയുന്ന 2 പേര് പാട്ടങ്ങൾ പഠിക്കുമോ? ഇഷ്ടമുള്ളത്.
എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല 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 പട്ടുഞ്ഞൊറിയിട്ട പാവാട വാങ്ങിത്തരാന്നു പറഞ്ഞതല്ലേ പച്ചയരച്ചൊരു മൈലാഞ്ചി ഇട്ടുതരാന്നു പറഞ്ഞതല്ലേ എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല ഇന്നലെ കാവിലെ തോറ്റം കാണാൻ കൊണ്ടുപോവാന്നു പറഞ്ഞതല്ലേ ഇന്നു വെളുപ്പിനു തെയ്യം കാണാൻ കൊണ്ടുപോവാന്നു പറഞ്ഞതല്ലേ എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല പീലി നിറമുള്ള കുപ്പിവള വാങ്ങിത്തരാമെന്ന് പറഞ്ഞതല്ലേ കൊന്ന നിറമുള്ള പുള്ളിക്കുറി ഇട്ടുതരാന്ന് പറഞ്ഞതല്ലേ എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല. സന്തോഷമായിരിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങൾ. ഭാവിയിലെ മികച്ച ഒരു ഓഫീസർമാരൊക്കെ ആയി തീരട്ടെ. ആശംസകൾ നേരുന്നു സാറിനും പ്രത്യേകം. അപ്പോൾ സന്തോഷമായോ? നോമിനിങ്ങനെ പ്രതീക്ഷിച്ചോ? പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അവിചാരിതമായിട്ടാണ് വന്നത്. അതാണ്, അങ്ങനെയാവണം. അപ്പൊ ഓണം സെലിബ്രേഷൻ ആയിട്ട് ഞങ്ങൾ കൂടായിരുന്നതാണ്. മനോഹരമായി മനോഹരമായി ഞങ്ങളുടെ ഓണം ഹാപ്പിയായി. അപ്പൊ എല്ലാരും വിളിച്ച് പറഞ്ഞോളൂ കേട്ടോ. ഹാപ്പി ഓണം. പഠിക്കുവാനോ? പഠിക്കണം. അപ്പൊ ഫിസിക്കൽ തന്നെ. അപ്പോൾ പോലീസിന് വേണ്ടിയിട്ട് അപ്പോൾ ഉഷാറാവട്ടെ. ഒരു വനിതാ പോലീസൊക്കെ ആയിട്ട് നോം വരുമ്പോഴത്തേക്ക് നിൽക്കണം. മവേലി അവിടെ നിൽക്കുക, പിന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കണം കേട്ടോ. നോം മറന്നാലും പറയണം, ചേർപ്പിൽ വെച്ചിട്ട് എന്ന് പറയണം. കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇനി ഓർഡർ ചെയ്തിട്ടോ. അപ്പോൾ ഹാപ്പി ഓണം കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് പിള്ളേർ അവിടെ ഫുട്ബോൾ കളിക്കണോ, അവരെ കളിപ്പിക്കണോ? അപ്പോൾ ചേർപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ നയിക്കാനായിട്ട് കിട്ടിയ ആളാണ് കേട്ടോ. എന്താ പേര്? എൻ്റെ പേര് ബാബു. ബാബു ചേട്ടൻ എന്താ ചെയ്യണേ? ഞാൻ ലോട്ടറി ടിക്കറ്റ് മതി. വല്ല അടിക്കാറുണ്ടോ? ഇന്നൊന്നില്ല. ആടിയല്ലേ ചോദിച്ചത്, ലോട്ടറി അടിച്ചിട്ടുണ്ടോ? പിന്നെ മൊത്തം അടിക്കണ്ടോന്ന് ചോദിച്ചപ്പോ ആടിയുള്ളൂന്ന്. ഏതടി മോനെ? മാവേലിക്ക് ഫുട്ബോൾ വന്നേ. അപ്പോ സന്തോഷമായിരിക്കണം. വളരെ മനോഹരമായ ഒരു സായന്തനത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഏറെ സന്തോഷത്തിലാണ് നോമ നിൽക്കുന്നത്. ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് കളിച്ചും ചിരിച്ചുമൊക്കെ. പാട്ട് പാടാൻ അറിയോ? അറിയില്ല. പാട്ട് ആസ്വദിക്കാൻ അറിയില്ലേ? ഒരു ഹാപ്പി ഓണം കൊടുത്തേ. മതി, അതാണ് സന്തോഷം. അപ്പോ ഹാപ്പി ആയിരിക്കട്ടെ കേട്ടോ. അപ്പോ ഇനി ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ നോക്കട്ടെ. നമസ്കാരം. എന്താ പേര്? എത്രയല്ല പഠിക്കണേ? 1B. എന്താ പേര്? ലത. എങ്ങനെയുണ്ടോ ഓണാഘോഷം? ഓണാഘോഷമൊക്കെ വീട്ടിന് പഠിക്കുക വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോ കായ വാങ്ങാൻ വന്നാണോ? അതെ, പച്ചക്കറി വാങ്ങാൻ വന്നതാ. എങ്ങനെയുണ്ട് പച്ചക്കറി? തിരക്കുണ്ടോ? ഭയങ്കര വില. ഓണാഘോഷം ആഘോഷിക്കണം. എന്താ ചെയ്യണേ? ഞങ്ങൾ തനിമേൽ വർക്ക് ചെയ്യുന്നുണ്ട് വെളിച്ചെണ്ണ കമ്പനിയിൽ. അപ്പൊ ഉഷാറാവട്ടെ കേട്ടോ. ഓക്കെ. നമസ്കാരം. ഉണ്ട് എവിടെ വരെ ആയി ഓണം? ഓണം എത്തിക്കൊണ്ടിരിക്കുന്നു. ഓണാഘോഷത്തിന്റെ ഒരുക്കങ്ങളൊക്കെ വീട്ടിൽ തുടങ്ങിയോ? തുടങ്ങിയിട്ടുണ്ടല്ലേ? പച്ചക്കറിയൊക്കെ വാങ്ങാൻ വന്നാണോ? പച്ചക്കറി വാങ്ങാൻ വന്നതാ. അപ്പോൾ കുറച്ച് പേരാ വന്നിരിക്കണ. എന്തായി ഓണാഘോഷം? ഓണാഘോഷം ഇങ്ങനെ പോണു. നാളെ അടിക്കണ്ടോ? ലോട്ടറി എങ്ങനെ ചെറുതൊക്കെ കിട്ടി പോകുന്നു. ഓണം അടിച്ചു പൊളിച്ച് പോണു. നാളത്തെ കൂടെ കഴിഞ്ഞാൽ അടിപൊളി. ഈ പ്രാവശ്യത്തെ ഓണം എങ്ങനെയാ വീട്ടിലെ? അടിപൊളി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഉഷാറാണ്. തകർക്കാണല്ലേ? ഹാപ്പി ഓണം കൊടുത്തേ. ഹാപ്പി ഓണം. അപ്പോൾ അതാ പച്ചക്കറി ഉണ്ട്. പച്ചക്കറി അവിടെ നിന്ന് കയറി നോക്കട്ടെ കേട്ടോ. നമസ്കാരമുണ്ട്. എങ്ങനെയാണ്? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഈ പ്രാവശ്യത്തെ ഓണം എങ്ങനെയാ വീട്ടില്? ഉഷാറായിട്ട് പോണു. സാമ്പാർ, പായസം, പപ്പടം എല്ലാം ഉണ്ടാവും. ഉണ്ടാവില്ല. പായസം ഒരു തരാം. ഉഷാറാണ്. സൂപ്പറായിട്ട്. എന്ത് ചെയ്യണേ? ഡ്രൈവറാണ്. അപ്പോൾ നമസ്കാരം. എങ്ങനെയുണ്ട്? അടിപൊളി ഓണം. അടിപൊളി ഗംഭീര ഓണം. തകർക്കും ഈ പ്രാവശ്യം. അപ്പോൾ ആളുകളൊക്കെ വാങ്ങി ഇങ്ങനെ അല്ലേ? സമൃദ്ധിയായിട്ട് വാങ്ങുന്നുണ്ട്. നമ്മളെ കൊറോണ കഴിഞ്ഞിട്ടുള്ള ഓണല്ലേ, സമൃദ്ധി ആയിരിക്കും. അങ്ങോട്ട് തകർക്കണം. അപ്പൊ ഒരു വന്നതിൽ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നോമ്പ് ഇവിടെ വരാതിരിക്കുവോ? ഒരു ആർപ്പം കൊടുത്തേ. എന്തായി ഓണത്തിന്റെ ഒരുക്കം? ഹാപ്പി ഓണം. ഓണത്തിന്റെ സാധനമൊക്കെ വാങ്ങിയോ? സാധനം മേടിച്ചോണ്ടിരിക്കുന്നു. കുറവാണല്ലോ. സാമ്പാറിനുള്ള സാധനങ്ങളൊക്കെ ആയില്ലേ?
വീട്ടിലാരൊക്കെ ഉള്ളേ? വീട്ടിൽ രണ്ടാള്, ഭാര്യയും ഭർത്താവും. മക്കളൊക്കെയോ? മക്കൾ കല്യാണം കഴിച്ചിരിക്കും. അപ്പൊ അവരൊക്കെ വരുമോ? വരും. എല്ലാരും കൂടെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കൂലേ? ഓക്കെ. അപ്പൊ ഓണം എവിടം വരെ ആയി? ആവണല്ലോ. GST കുറഞ്ഞ ഞങ്ങൾ ആഘോഷിക്കും. തകർക്കാല്ലേ? നാളത്തെ കഴിയട്ടെ. അപ്പോ നമസ്കാരം. ഓണം എവിടെ വരെയായി? ഓണത്തെ പൊടിവാതിലേക്ക് എത്തിയിരിക്കണോ? ഇനി വീട്ടിലാരൊക്കെ ഉള്ളേ? വീട്ടിലെല്ലാവരും ഉണ്ട്. ഈ പ്രാവശ്യത്തെ ഓണം അടിച്ച് തകർക്കണം. അടിച്ചു പൊളിക്കാണ്. ഒരു ഓണപ്പാട്ടൊക്കെ പഠിക്കും. ഓണപ്പാട്ട് പാടാൻ പറ്റില്ല. പാടാൻ പറ്റില്ല, എന്നാലും സാരിയില്ല. വരട്ടെ മൊത്തത്തിൽ സംസാരം കഴിയട്ടെ കേട്ടോ. അപ്പോൾ കണ്ടോ അവിടെ നല്ല തിരക്കുണ്ട്. ഓണത്തിനുള്ള ആ സദ്യവട്ടങ്ങൾ ഒരുക്കാനുള്ള ഒരു തിരക്കൊക്കെയാണ്. പച്ചക്കറികളൊക്കെ മുളകൊക്കെയാണ് അല്ലേ? കിറ്റായിട്ടാണ് കൊടുക്കണേ? കിറ്റായിട്ട് കൊടുക്കണത്. ആൾക്കാർ മേടിക്കുന്നുണ്ട്. നല്ല അഭിപ്രായം. ഒരു കിറ്റിന് എത്രയ്ക്കാ? ഒരു കിറ്റ് 100 രൂപ. അപ്പൊ അതിലെല്ലാ ഐറ്റംസും ഉണ്ട്. അടിച്ചു പൊളിച്ചു കൊടുക്കുക. ഓണല്ലേ, നമ്മുടെ ഓണല്ലേ. ആൾക്കാരെ സുഭിക്ഷ. അപ്പൊ കണ്ടോ വഴുതനങ്ങ തൊട്ട് എല്ലാ പച്ചക്കറിയും ഉണ്ട്. ഇവിടെ ഒരു അമ്മ കാത്തു വെക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് പോവാം. നമസ്കാരമുണ്ട്. എന്തായി ഒരുക്കം? നടന്നുകൊണ്ടിരിക്കണോ? വീട്ടിലായിരിക്കും ഉള്ളേ? വീട്ടില് ഭർത്താവ്, മരുമക്കള്. ഓണത്തിനുള്ള ഭക്ഷണമൊക്കെ ആരും ഉണ്ടാക്കണേ? എപ്പോ തുടങ്ങും? കാലത്ത് തുടങ്ങും. മക്കളൊക്കെ വരുമോ? വന്നിട്ടുണ്ട് ലണ്ടനിൽ. അടുത്തോ? അപ്പൊ ഡ്രസ്സൊക്കെ എടുത്തോ? ഡ്രസ്സ് എടുക്കാൻ വന്ന മോന്റെ കുട്ടികൾ അവർക്ക് വന്നൂലേ? അപ്പൊ അതിനിടയ്ക്ക് പച്ചക്കറി വാങ്ങിയില്ലേ? ഒരു ഹാപ്പി ഓണം. അപ്പോ കണ്ടോ അവിടെ വാങ്ങിക്കൂട്ടുവാണ്. അതിലെ വരാം മാവേലി അതിലെ വരൂ കേട്ടോ. അപ്പോ നല്ല തിരക്കുണ്ട് മാവേലിക്ക്. തിരട് അപ്പോ ശുദ്ധമായ വെളിച്ചെണ്ണയിലല്ലേ? ഇതിനെങ്ങനെയാ വില എന്ന് പറഞ്ഞേ? വിലക്ക് നിസ്സാരമുള്ളൂ. 1 കിലോന് 500 രൂപയുള്ളൂ. അത്രേ ഉള്ളൂ. കുറവ് വില. കഴിക്കാന്ന് പറഞ്ഞേക്കണേ. നോമിനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് പോണെന്ന് പറഞ്ഞ. എന്തായാലും സന്തോഷം കൊണ്ട് തരണല്ലേ? ചങ്ങാലിക്കോടനാണോ? ചങ്ങാലിക്കോടനാന്ന് പറഞ്ഞ. അപ്പോ ഹാപ്പി ഓണം. ഒരു പാട്ടൊക്കെ പഠിക്കേ. ആരെങ്കിലും പാട്ട് പറഞ്ഞ അങ്ങോട്ട് വരാ. 2 പേരെ നമുക്ക് ഒരുമിച്ച് പാടാൻ പറ്റിയത്. അങ്ങോട്ട് വരൂ. വാ. ഹായ്, പാട്ട് പാടാൻ വരൂ. പാട്ട് പാടുമ്പോൾ നോമി പഴം കഴിക്കാലോ. അതിന് വേണ്ടിട്ടാ. പിടിച്ചോ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, ഓടിട്ടല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിക്ക് വരല്ലോ, സൺഡേ വരും മുമ്പാൽ ഉണ്ണി പന്ത് കളിക്കണ്ടേ, സൺഡേ വരും മുമ്പാൽ ഉണ്ണി പന്ത് കളിക്കണ്ടേ, ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, ഓടിമുട്ടല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ. അപ്പോൾ ചേർപ്പിലെ പ്രധാനപ്പെട്ട അശ്വതി വെജിറ്റബിൾസിൻ്റെ കടയിൽ നമ്മളിവിടെ വന്നു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഓണം ആഘോഷിക്കാനുള്ള തകൃതി ഓട്ടാണ്. മലയാളികളുടെ സന്തോഷ മുഹൂർത്തമാണ്. തിരുവോണത്തിനായിട്ട് നമ്മൾ ഒരുങ്ങി തിരുവോണം ആഘോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അപ്പോൾ നോമിങ്ങനെ നടന്ന് നോമിന് വയ്യാണ്ടായി. എന്താ വെച്ചാൽ അത്തത്തിൻ്റെ അന്ന് തുടങ്ങിയ യാത്രയാണേ. വല്ലച്ചിറയും ചേർപ്പും പാറളവും അവിണിശ്ശേരിയൊക്കെ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് ഒരുപാട് പേരുടെ വിശേഷങ്ങളൊക്കെ കേട്ടു. മനസ്സ് നിറഞ്ഞിട്ടാണ് നോമ തിരിച്ച് പാതാളത്തിലേക്ക് പോണത്. അപ്പോൾ അടുത്ത വർഷം വീണ്ടും മീഡിയ 4-ലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അടുത്തേക്ക് നോം വരും. ആർപ്പോ ഇറോ 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 ഐ ആർപ്പോ ഇറോ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആർപ്പോ ഇറോ തൽക്കാലം ഇവിടെ വിട വാങ്ങിയാണ്. പാതാളത്തിലേക്ക് പോകുമ്പോൾ നോമിന് നല്ല വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ ചിരിക്കുന്ന മുഖമാണ് നോമിന് വീണ്ടും വരാനുള്ള സന്തോഷം. കൊട അവിടെയൊക്കെ കൊട വരെയും പോകാനായിട്ട് തിരക്ക് കൂട്ടണു. അപ്പോൾ അടുത്ത വർഷം വീണ്ടും കണ്ടുമുട്ടാം. മീഡിയ 4-ൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആർപ്പോ ഇറോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.